ഹലോ കുട്ടിക്കുറുമ്പന്മാരെ കുട്ടിക്കുരുന്നുകളെ, വെൽക്കം ബാക്ക് ടു ദ സെഷൻ. നമ്മൾ കഴിഞ്ഞ സെഷനിൽ പഠിച്ച എന്താണ് റാഷണൽ നമ്പേഴ്സ് എന്താണ്, റാഷണൽ നമ്പേഴ്സിന്റെ പ്രോപ്പർട്ടീസിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു അല്ലെ. അതിന് ഇക്വലന്റ് റാഷണൽ നമ്പേഴ്സ് എടുക്കുന്നു പറഞ്ഞു, പോസിറ്റീവ് റാഷണൽ നമ്പർ എടുക്കുന്നു പറഞ്ഞു, അതുപോലെ തന്നെ നെഗറ്റീവ് റാഷണൽ നമ്പേഴ്സ് എടുക്കുന്നു പറഞ്ഞു. അതിന്റെ ഇക്വലന്റ് റാഷണൽ നമ്പർ ഓർമ്മയുണ്ടല്ലോ അല്ലെ. നമുക്കൊരു പരിപാടി നോക്കിയാലോ. ദാ ഈ ഒരു ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്തേ. ഫൈൻഡ് 4 rational numbers equivalent to minus 1 by 3, minus 4 by 5, 5 by minus 3. ഇതിന് ഇക്വലന്റ് ഫ്രാക്ഷൻസ് അല്ലെങ്കിൽ ഇക്വലന്റ് റാഷണൽ നമ്പേഴ്സ് കണ്ടുപിടിക്കണം. എങ്ങനെ കണ്ടുപിടിക്കുക? ഞാൻ പറഞ്ഞു രണ്ട് മെത്തേഡാണ്. ഒന്നെങ്കിൽ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററിലും ഒരു പെർട്ടിക്കുലർ നമ്പർ മൾട്ടിപ്ലൈ ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിലോ ഡിവൈഡ് ചെയ്യാം. ഓക്കെ, ഒരു കോമൺ ഫാക്ടർ ഉണ്ടാവണം, അത് വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഇവിടെ എല്ലാം സിംപ്ലസ്റ്റ് ഫോമിലാണ് കിടക്കുന്നത്. അതിനെ നമുക്ക് എളുപ്പം മെത്തേഡ് എന്ന് പറയുന്നത് ഇതിനെ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, ആദ്യം -1/3. ഫസ്റ്റ് ഓഫ് ഓൾ ഈ -1/3നെ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും ഒരു പെർട്ടിക്കുലർ നമ്പർ കൊണ്ട് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം എന്നാലോചിച്ച് നോക്കി. ഇഷ്ടമുള്ള ഏത് നമ്പർ വേണമെങ്കിലും കൊടുക്കാം കേട്ടോ, ഏത് നമ്പർ വേണമെങ്കിലും കൊടുക്കാം. 2 കൊടുക്കാം, 3 കൊടുക്കാം, 5 കൊടുക്കാം, 10 കൊടുക്കാം, 100 കൊടുക്കാം, 1000 കൊടുക്കാം. That doesn't matter at all. So we are about to multiply the numerator and the denominator with 2. നമുക്ക് ആദ്യം സിമ്പിൾ നമ്പർ കൊടുക്കാം, 2 കൊണ്ട് കൊടുക്കാം. അങ്ങനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -1 into 2 divided by 3 into 2 എന്താ വരിക? ഒരു നെഗറ്റീവ് നമ്പറും മറ്റൊരു പോസിറ്റീവ് നമ്പറും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്നത് നെഗറ്റീവ് നമ്പറാണ്. അങ്ങനെയാണെങ്കിൽ -1 into 2 എന്താ വരിക? -1 into 2 എന്ന് പറയുന്നത് -2 ആണ്. 3 2s are 6. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിച്ചോ, നമ്മൾ മുകളിലാണെങ്കിലും താഴെയാണെങ്കിലും കോമൺ നമ്പർ കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്തത്. മുകളിൽ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, താഴെ എത്ര കൊണ്ട് തന്നെ മൾട്ടിപ്ലൈ ചെയ്തു? 2 കൊണ്ട് തന്നെ മൾട്ടിപ്ലൈ ചെയ്തു. സോ വി വിൽ ഗെറ്റ് -2 divided by 6. Got it? അപ്പൊ നമുക്ക് 4 നമ്പർ എടുക്കാല്ലേ പറഞ്ഞേ, നമുക്ക് ഓരോന്ന് എടുക്കാം. -1/3 അതിനെ നമ്മൾ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? -2/6 എന്ന് കിട്ടി. ഓക്കെ, -2/6 എന്ന് കിട്ടി. അതേ ഒന്നെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, -1/3 നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഈ -2/6 നിന്ന് തുടങ്ങാം. ഓക്കെ, നമുക്ക് രണ്ട് ഓപ്ഷനാണ്. ഒന്നെങ്കിൽ -1/3 എടുക്കുക, അതിന് ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. എത്ര വരിക? -1 into 3 it is -3 divided by 3 3s are 9, -3/9. ഇപ്പൊ 2 നമ്പർ ആയേ. അടുത്ത 2 നമ്പർ എടുക്കണം. നമുക്ക് എന്ത് ചെയ്യാം? ഈ തന്നിരിക്കുന്ന -2/6നെ ഡബിൾ ചെയ്യാം. ഓക്കെ, -2 into 2 divided by 6 into 2 എന്തായത്? ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. -2 into 2 എത്രയാ? -4/6 2s are 12. അപ്പൊ -4/12. അപ്പൊ നമുക്ക് ഇവിടെ ഫ്രാക്ഷൻസ് ഓരോന്നായിട്ട് എഴുതിയാൽ, അല്ലെങ്കിൽ റാഷണൽ നമ്പേഴ്സ് ഓരോന്നായിട്ട് എഴുതിയാലോ. ദ ഫസ്റ്റ് വൺ ഈസ് -2/6 which is equal to -3/9 equal to -4/12 equal to. അപ്പൊ 3 കിട്ടിയേ. ഇനി നമുക്ക് ഒരെണ്ണം കൂടെ കണ്ടുപിടിച്ചാൽ പോരെ. നമുക്ക് എന്ത് ചെയ്യാം? ഇതാ ഈ -3/9ന്റെ നോക്കാം. എന്ത് ചെയ്താൽ മതി? -3/9 ഒന്നെങ്കിൽ നമുക്ക് ഡബിൾ ചെയ്യാം, അല്ലെങ്കിൽ ട്രിപ്പിൾ ചെയ്യാം, 10 ടൈംസ് എടുക്കാം. നമുക്ക് ഒരു എളുപ്പവഴി എന്നല്ല, -3 into 10 divided by 9 into 10 എന്ത് വരും? -30 divided by 90. എളുപ്പമല്ലേ? എന്താ? -30 divided by 90. അപ്പൊ എന്ത് വന്നു? 4 ഫ്രാക്ഷൻസ് വന്നു. 1 2 3 and 4. 4 റാഷണൽ നമ്പേഴ്സ് കൊണ്ടുവരാനല്ലേ പറഞ്ഞിരുന്നത്? എന്തായിരിക്കണം? ഇക്വലന്റ് ആയിരിക്കണം. എന്തിനോട് ഇക്വലന്റ് ആയിരിക്കണം? ആദ്യം പറഞ്ഞ ഫ്രാക്ഷനോട് ഇക്വലന്റ് ആയിരിക്കണം, അല്ലെങ്കിൽ ആദ്യം പറഞ്ഞ റാഷണൽ നമ്പറിനോട് ഇക്വലന്റ് ആയിരിക്കണം. ഇവിടെ വന്നിരിക്കുന്നത് എന്താ? -1/3 ആണ്. ഈ -1/3യുടെ
എന്താണ്? ഇക്വലന്റ് ഫ്രാക്ഷൻ കണ്ടുപിടിക്കണം. ഇക്വലന്റ് ഫ്രാക്ഷൻ എങ്ങനെ കണ്ടുപിടിക്കുക? ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും ഒരേ നമ്പർ മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ. ആദ്യത്തെ കേസിൽ നമ്മൾ എന്ത് ചെയ്തു? 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. -1/3 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. പിന്നെ -1/3 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഇത് തന്നെ എടുക്കണമെന്ന് ഒരു നിർബന്ധമില്ല. നമ്മൾ ആദ്യം കിട്ടിയൊരു ഇക്വലന്റ് ഫ്രാക്ഷൻ ഉണ്ടല്ലോ, അതിന്റെ മൾട്ടിപ്പിൾ എടുത്താലും മതി. അതെന്തിനോട് ഈക്വൽ ആയിരിക്കും? ഈ -1/3യോട് ഈക്വൽ ആയിരിക്കും. ക്ലിയർ അല്ലേ? ഒന്ന് ചെയ്തേ വേഗം. ബാക്കിയുള്ള ചെയ്യാൻ പറ്റുമോ നോക്കി. ക്ലിയർ അല്ലേ? അപ്പൊ നമുക്ക് അടുത്ത് നോക്കിക്കേ. -4/5. ഈ -4/5നെ നമുക്ക് എന്ത് ചെയ്യാം? ന്യൂമറേറ്ററിലും, ന്യൂമറേറ്റർ എന്ന് പറയുന്നത് ഏത് നമ്പറാണെന്നറിയോ? ന്യൂമറേറ്റർ എന്ന് പറയുന്നത് ഈ വരയ്ക്ക് മുകളിൽ വരുന്ന നമ്പറാണ് ന്യൂമറേറ്റർ, താഴെ വരുന്ന നമ്പർ എന്താണ്? ഡിനോമിനേറ്റർ. അപ്പൊ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും ഒരേ നമ്പർ എന്ത് ചെയ്യണം? മൾട്ടിപ്ലൈ ചെയ്യണം. അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -4 × 2 നമുക്ക് അപ്പുറത്തോട്ട് ചെയ്യാം. അതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. എന്താ ഇവിടെ? -4/5 ആയിരുന്നു. -4/5നെ -4 × 2 ഡിവൈഡഡ് ബൈ 5 × 2 എന്താ വരിക? -4 × 2 ഡിവൈഡഡ് ബൈ 5 × 2. ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും ഒരേ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത്? 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പൊ എത്ര കിട്ടി? -4 × 2 -8 ഡിവൈഡഡ് ബൈ 5 × 2 10. -8/10. അപ്പൊ ആദ്യം നമുക്ക് എന്ത് എഴുതാം? -8/10 എന്ന് എഴുതാം, which is equal to -4/5നെ നമുക്ക് എന്ത് ചെയ്യാം? 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. -4 × 3 ഡിവൈഡഡ് ബൈ 5 × 3 തരാ -12/15. 4 × 3 12 അല്ലേ? 4 3s are 12, 5 3s are 15. -4 × 3 എന്താ? -12. 5 × 3 എന്താ? 5 × 3 15. Okay, so we can make it as -12 divided by 15. -12 divided by 15. അപ്പോ ഇനി അടുത്ത നോക്കിയാലോ. അടുത്ത ഒരു കാര്യം നോക്കുവാണെങ്കിൽ എന്താ? ഇതിന്റെ ഇക്വലന്റ് ഫ്രാക്ഷൻ നോക്കാം. -8/10ന്റെ ഇക്വലന്റ് ഫ്രാക്ഷൻ നോക്കാം. -8/10നെ നമുക്ക് എന്ത് ചെയ്യാം? ഒരു എളുപ്പവഴിക്ക് 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. × 10 ഇപ്പൊ എന്ത് വരും? -80 ഡിവൈഡഡ് ബൈ 100. എന്താണ്? -80 ഡിവൈഡഡ് ബൈ 100. അപ്പൊ അടുത്തൊരു ഇക്വലന്റ് റാഷണൽ നമ്പർ കിട്ടി. -80 ഡിവൈഡഡ് ബൈ 100. അത് എന്തിനോട് ഈക്വൽ ആണ്? -4/5നോട് ഈക്വൽ ആണ്. -80/100 എന്തിനോട് ഈക്വൽ ആണ്? -4/5നോട് ഈക്വൽ ആണ്. അടുത്തൊരു റാഷണൽ നമ്പർ നോക്കിയാലോ. -12/15. -12/15നെ നമ്മൾക്കൊരു എളുപ്പവഴിക്കാണ് ഡബിൾ എടുക്കാം. × 2 ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. -12 × 2. -12ന്റെ ഡബിൾ എത്രയാ മക്കളെ? -12ന്റെ ഡബിൾ എത്രയാ? -12ന്റെ ഡബിൾ വരുന്നത് -24. -24 ഡിവൈഡഡ് ബൈ 15ന്റെ ഡബിൾ എത്രയാ? 15ന്റെ ഇരട്ടി എത്ര വരാ? 15ന്റെ ഡബിൾ വരുന്നത് 30. -24 ഡിവൈഡഡ് ബൈ 30. -24 ഡിവൈഡഡ് ബൈ 30. ക്ലിയർ ആയോ? 4 റാഷണൽ നമ്പർ എടുത്തോ. 4 റാഷണൽ നമ്പർ എങ്ങനെയാ കൊണ്ടുവന്നത്? ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള നമ്പർ ഇട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഒരൊറ്റ കാര്യം ശ്രദ്ധിച്ചാൽ മതി. ന്യൂമറേറ്ററിൽ എന്ത് നമ്പർ ഉണ്ടാണോ മൾട്ടിപ്ലൈ ചെയ്യുന്നത് അതേ നമ്പർ കൊണ്ട് തന്നെ, എങ്ങനെ? സെയിം നമ്പർ കൊണ്ട് തന്നെ താഴെ മൾട്ടിപ്ലൈ ചെയ്യണം. താഴെ ഏതാ? ഡിനോമിനേറ്ററിൽ മൾട്ടിപ്ലൈ ചെയ്യണം. Whatever the number you are choosing to multiply the numerator, the same number should be there in the denominator. Okay, ന്യൂമറേറ്ററിൽ ഏത് നമ്പർ ആണോ നിങ്ങൾ ചൂസ് ചെയ്യുന്നത് അതേ നമ്പർ തന്നെ താഴെയും ഡിനോമിനേറ്ററിൽ എന്തുണ്ടാവണം? മൾട്ടിപ്ലൈ ചെയ്യാനുണ്ടാവും. ക്ലിയർ അല്ലേ? ഓക്കെ, ദ ലാസ്റ്റ് വൺ 5 ഡിവൈഡഡ് ബൈ -3. ഇവിടെ എന്താ ഒരു പ്രത്യേകത? ഡിനോമിനേറ്ററിൽ -3 വന്നു. എപ്പോഴും ശ്രദ്ധിക്കുക, ഡിനോമിനേറ്ററിൽ നെഗറ്റീവ് വന്നാൽ അത് ന്യൂമറേറ്ററിലോട്ട് ഇട്ട് കൊടുക്കും. ഓക്കെ, ഡിനോമിനേറ്ററിൽ നെഗറ്റീവ് നമ്പർ വന്നാൽ അത് ന്യൂമറേറ്ററിനോട്ട് കൊടുക്കും. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ 5/-3 എന്നുള്ള എങ്ങനെ എഴുതാം? -5/3 എന്ന് എഴുതാം. എന്നിട്ട് എന്ത് ചെയ്താൽ മതി? അതിന്റെ ഇക്വലന്റ് ഫ്രാക്ഷൻ നോക്കിയാൽ മതി, ഇക്വലന്റ് റാഷണൽ നമ്പർ നോക്കിയാൽ മതി. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് കൊടുക്കാം? ഇതിവിടെ ക്ലോസ് ചെയ്യാം. -5/3 -5/3 5/-3 എന്നുള്ള ഞാൻ തിരിച്ചെഴുതി -5/3 എന്ന് എഴുതി. ഇനി എന്ത് ചെയ്യാം? -5/3ന്റെ ഡബിൾ എടുക്കാം.
അപ്പൊ എന്താ പറയാ -10/6. അപ്പൊ ആദ്യത്തെ റാഷണൽ നമ്പർ കിട്ടി -10/6. എന്താണ് ഇവിടെ -10/6. അതേ -5/3നെ നമുക്ക് എന്ത് ചെയ്യാം 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. -5 × 3 ഡിവൈഡഡ് ബൈ 3 × 3 എത്ര വരാ -15 ഡിവൈഡഡ് ബൈ 9. എന്താ വന്നേ -15 ഡിവൈഡഡ് ബൈ 9. എങ്ങനെയാ ഇത് വന്നത്? ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു? 5 കൊണ്ട് 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. 5 3s are 15, 3 3s are 9. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇതിന്റെ ഇക്വലന്റ് എടുത്ത് നോക്കാം. -10/6. -10/6നെ നമുക്ക് ഒരു എളുപ്പ വഴിക്ക് -10 × 5 ഡിവൈഡഡ് ബൈ 6 × 5. 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. -10 × 5 എത്രയാ? -10 × 5 -50 ആണ്. 6 5s are 30 ആണ്. -50 ഡിവൈഡഡ് ബൈ 30. എന്താണ് -50 ഡിവൈഡഡ് ബൈ 30? -50 ഡിവൈഡഡ് ബൈ 30. ഓക്കെ, ഇവിടെ ആണെങ്കിലോ -15 ഡിവൈഡഡ് ബൈ 9. -15 × 2 ഡിവൈഡഡ് ബൈ 9 × 2 എത്ര വരാ? -30 ഡിവൈഡഡ് ബൈ 9 2s are 18. അപ്പൊ ഇതെങ്ങനെ എഴുതാം? -30 ഡിവൈഡഡ് ബൈ 18. അങ്ങനെ നിങ്ങൾക്ക് 4 റാഷണൽ നമ്പർ വീതം കിട്ടും. എങ്ങനെയാ കിട്ടിയേ? ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും സെയിം നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. എളുപ്പമായേ? മനസ്സിലായല്ലോ? ഇക്വലന്റ് റാഷണൽ നമ്പർ എടുക്കുന്ന രീതി മനസ്സിലായല്ലോ? ഓക്കെ അല്ലേ? ഓക്കെ, നമുക്കിപ്പോൾ അടുത്ത ടോപ്പിക്കിലോട്ട് പോകാം. റാഷണൽ നമ്പേഴ്സ് ഓൺ എ നമ്പർ ലൈൻ. അപ്പോൾ എന്താണ് നമ്പർ ലൈൻ ആദ്യം അറിയണ്ടേ? നമ്മൾ ആദ്യത്തെ സെഷനിൽ പറഞ്ഞു നമ്പർ ലൈൻ എന്ന് പറയുന്നത് എന്താണ്? നടുക്കൊരു 0, റൈറ്റ് സൈഡിലോട്ട് പോസിറ്റീവ് ഇൻറ്റീജേഴ്സ് ആണ്, ലെഫ്റ്റ് സൈഡിലോട്ട് നെഗറ്റീവ് ഇൻറ്റീജേഴ്സ് ആണ്. ഈ ഒരു പെർട്ടിക്കുലർ നമ്പർ സീക്വൻസ് എല്ലാം കൂടെ ഒരു റിയൽ ലൈനിൽ റെപ്രസെന്റ് ചെയ്യുന്നതിനാണ് നമ്മൾ നമ്പർ ലൈൻ എന്ന് പറയാം. ഓക്കെ, ഇവിടെ 0 ഉണ്ട്, റൈറ്റ് സൈഡിലോട്ട് പോസിറ്റീവ് ഇൻറ്റീജേഴ്സ് ഉണ്ട്, ലെഫ്റ്റ് സൈഡിലോട്ട് നെഗറ്റീവ് ഇൻറ്റീജേഴ്സ് ഉണ്ട്. ഇതിനകത്ത് എങ്ങനെ റാഷണൽ നമ്പർ റെപ്രസെന്റ് ചെയ്യും? നമ്മളോട് ചോദിക്കുകയാണ് റെപ്രസെന്റ് -5 on a number line. നമ്പർ ലൈനിൽ -5 റെപ്രസെന്റ് ചെയ്യാൻ പറഞ്ഞാൽ ദാ ഇവിടെ 0 ഉണ്ട്, 0യിൽ നിന്ന് ലെഫ്റ്റ് സൈഡിലോട്ട് വരുമ്പോൾ -1 ഉണ്ട്, -2 -3 -4 ദാ കിടക്കുന്ന -5. -5 എന്ത് ചെയ്യാം? നമ്പർ ലൈനിൽ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ 3 on a number line. നമ്പർ ലൈൻ എന്താണ്? നമ്പർ 3 എന്ന് പറയുന്നത് നമ്പർ ലൈനിൽ മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ മാർക്ക് ചെയ്യാൻ പറയുമ്പോൾ 0 ദാ നടുക്ക് വന്നു, 0യിൽ നിന്ന് പോസിറ്റീവ് നമ്പേഴ്സ് എങ്ങോട്ടേക്കാണ്? റൈറ്റ് സൈഡിലോട്ടാണ്. റൈറ്റ് സൈഡിലോട്ട് പോസിറ്റീവ് നമ്പേഴ്സ് നോക്കുമ്പോൾ അവിടെ 3 ഉണ്ടോ? ദാ ഇവിടെ കിടക്കുന്നു, ദാ 3 കിടക്കുന്നു. അങ്ങനെ 3 കിട്ടി, -5 കിട്ടി. അങ്ങനെ ഏത് നമ്പർ വേണമെങ്കിലും നമ്പർ ലൈനിൽ നമുക്ക് എന്ത് ചെയ്യാം? ഈസി ആയിട്ട് പ്ലോട്ട് ചെയ്യാൻ പറ്റും. ഇഫ് ഇറ്റ് ഈസ് എ റാഷണൽ നമ്പർ, ഇതെല്ലാം റാഷണൽ നമ്പർ ആണ്, ഓക്കെ ശരിയാണ്. എങ്കിലും ഒരു ഫ്രാക്ഷൻ ആണ് നിങ്ങളൊരു ചെയ്യാൻ പറയുന്നെങ്കിലോ, സപ്പോസ് 1/2 ഇറ്റ്സ് എ റാഷണൽ നമ്പർ. 1/2 ഈ 1/2 എന്ന് പറയുന്നത് എന്താ? അര. വെരി ഗുഡ്. അര എന്ന് പറയുന്നത് ഇതിനൊക്കിടയിൽ വരും? 0യ്ക്കും 1നും ഇടയിൽ വരും. അപ്പൊ കിട്ടുന്ന നമ്പർ ഏതൊക്കെ നമ്പേഴ്സിന് ഇടയിലാണ് എന്നുള്ളൊരു കോമൺ ലോജിക് ഉണ്ടാവണം. ഓക്കെ, 1/2 എന്ന് പറയുന്നത് ഏതൊക്കെ നമ്പേഴ്സിന് ഇടയിലാണ് എന്നുള്ളതിന്റെ ഒരു കോമൺ ലോജിക് ഉണ്ടാവണം. ഈ ഒരു ലോജിക് ബേസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ നമ്പേഴ്സ് പ്ലോട്ട് ചെയ്യാൻ പോകുന്നത്. ക്ലിയർ? മനസ്സിലായേ? ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. 1/2 എവിടെ വരും? 0യ്ക്കും 1നും ഒത്ത നടുക്ക് വരും. അവിടെ നമുക്ക് എന്ത് കൊടുക്കാം? 1/2 കൊടുക്കാം. ക്ലിയർ ആണേ? അവിടെ നമുക്ക് എന്ത് കൊടുക്കാം? 1/2 കൊടുക്കാം. ഓക്കെ, നമ്മളിവിടെ നോക്കിയേ, നമുക്ക് 2 കേസാണ്. 2 കേസ് എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് എന്താണ്? പ്രോപ്പർ ഫ്രാക്ഷൻ ആൻഡ് ഇംപ്രോപ്പർ ഫ്രാക്ഷൻ. ഓക്കെ, പ്രോപ്പർ ഫ്രാക്ഷനും ഇംപ്രോപ്പർ ഫ്രാക്ഷനും. ഇവിടെ 1/3 1നെ അല്ലെങ്കിൽ ഒരു കേക്കിന് 3 പീസായിട്ട് ഡിവൈഡ് ചെയ്യുന്നത്, അതാണ് 1/3 കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആണ്. ഈ 1/3 നമ്പർ ലൈനിൽ എങ്ങനെ റെപ്രസെന്റ് ചെയ്യും? 1നെ 3 ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. 0 മുതൽ 1 വരെയുള്ള ഡിസ്റ്റൻസ് ആണ് 1 സെന്റിമീറ്റർ. അതിനെ 3 ഈക്വൽ പാർട്ടാക്കുകയാണെങ്കിൽ 1 2 3 ദാ ഇവിടെ 1/3 വന്നു,
ഇവിടെ ഇത്രയും 1/3 പാർട്ടാണ്. ഇവിടെ നേരത്തെ ഇവിടെ മുതൽ ഇവിടം വരെയും അതും 1/3 ആണ്. ഇവിടുന്ന് ഇങ്ങോട്ടേക്കും എത്ര തന്നെ 1/3 ആണ് അല്ലേ? 1/3 1/3 1/3. അങ്ങനെ ടോട്ടൽ എത്രയായി? 3/3 1 യൂണിറ്റ് ആയി. ഇനി ചോദ്യം 1/3 നമ്പർ ലൈനിൽ റെപ്രസെന്റ് ചെയ്യാനാണ്. 1/3 റെപ്രസെന്റ് ചെയ്യാൻ പറഞ്ഞാൽ 0 മുതൽ റൈറ്റ് സൈഡിലോട്ട് ഇവിടുത്തെ നമ്പർ എത്രയാണ്? ഇത് 1/3 ആണ്. 1/3 ആണ്. ഇനി ഒരു 1/3 കൂടെ കൂടിക്കഴിഞ്ഞാൽ ഇവിടെ എത്രയാവും? 2/3 ആവും. ഇപ്പുറത്ത് വന്നപ്പോഴത്തേക്കാ അത് 3/3. ദാറ്റ് ഈസ് 1 ഇറ്റ് സെൽഫ്. അപ്പോ 1/3 റെപ്രസെന്റ് ചെയ്യാൻ പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്താൽ മതി? 0 മുതൽ 1 വരെയുള്ള ഡിസ്റ്റൻസിനെ 3 ഈക്വൽ പാർട്ട് ആക്കാം. അതിൽ ആദ്യത്തെ പാർട്ടായിരിക്കും എന്ത്? 1/3 വരെ. ഇനി നിങ്ങളോട് -1/3 ആണ് ചോദിച്ചെങ്കിലോ? -1/3 ആണ് ചോദിച്ചെങ്കിലോ? -1/3 ഇവിടെയും P less than Q തന്നെയാണ്. ആദ്യത്തെ നമ്പർ ന്യൂമറേറ്റർ ഡിനോമിനേറ്ററേക്കാൾ ചെറിയ നമ്പർ ആണ്. -1/3 എവിടെ വരിക? 0യിൽ നിന്ന് ഇവിടം വരെ -1 വരെയുള്ള ഡിസ്റ്റൻസ് നോക്കണം. 0 മുതൽ -1 വരെയുള്ള ഡിസ്റ്റൻസ് നോക്കണം. എന്നിട്ട് എന്തിനു വേണം? അതിനെ 3 ഈക്വൽ പാർട്ടാക്കി ഡിവൈഡ് ചെയ്യാം. 1 2 3. ഇവിടെ 1/3 ആണ്, ഇവിടെ 1/3 ആണ്, ഇവിടെ 1/3 ആണ്. ഇവിടെ നെഗറ്റീവ് നമ്പേഴ്സ് വരുമ്പോഴത്തേക്ക് ഇവിടുത്തെ വരുന്ന നമ്പർ ഏതാ? -1/3. ഇവിടെ -2/3 -3/3 എന്നുള്ള രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം? സ്പ്ലിറ്റ് ചെയ്യാം. ഇനി ഇതിൽ -1/3 ആണ് ചോദിച്ചെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? എന്താ ഇവിടെ പ്ലോട്ട് ചെയ്യാം. -1/3 is over here. വാട്ട് അബൌട്ട് -2/3? -2/3 എവിടെ വരും? ഇവിടെ വന്നു. -1/3യിൽ നിന്ന് 1/3 പോർഷൻ മുന്നോട്ട് നീങ്ങിയാൽ എത്രയായി? 2/3 ആയി. -2/3. ക്ലിയർ ആണേ? -1/3 -2/3. ഇവിടെ വന്നപ്പോഴത്തേക്ക് 1/3 2/3. റൈറ്റ് സൈഡിലോട്ട് പോസിറ്റീവ് നമ്പർ, ലെഫ്റ്റ് സൈഡിലോട്ട് നെഗറ്റീവ് നമ്പർ. ക്ലിയർ ആണോളൂ? ഒരു നമ്പർ ലൈനിൽ ഒരു പെർട്ടിക്കുലർ നമ്പർ തന്നിട്ട് അത് പ്ലോട്ട് ചെയ്യാൻ പറഞ്ഞാൽ എന്ത് ചെയ്താൽ മതി? ഒരു നമ്പർ ലൈൻ വരയ്ക്കുക. ഈ നമ്പർ ലൈൻ വരച്ചിട്ട് ഈ 1/3 ആണെങ്കിലും -1/3 ആണെങ്കിലും 2/3 ആണെങ്കിലും ഏതൊക്കെ നമ്പറിന് ഇടയിലാണ് എന്നുള്ളൊരു കോമൺ ലോജിക് ഉണ്ടാവണം. അങ്ങനെ നോക്കിയിട്ട് അത് ബേസ് ചെയ്തിട്ട് എന്ത് ചെയ്യാം? ഈസി ആയിട്ട് നമുക്ക് പ്ലോട്ട് ചെയ്യാൻ പറ്റും. ക്ലിയർ ആണേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. കുറച്ച് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. The next one is -7/4. -7/4. ഇതെങ്ങനെയാ പ്ലോട്ട് ചെയ്യുക? നമുക്കൊന്ന് ചെയ്ത് നോക്കാം. 7/4. 7നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യും. ഇത് പ്രോപ്പർ ഫ്രാക്ഷൻ ആണ്. 7/4. 7നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? ഒബ്വിയസ്ലി ഇല്ല. അപ്പൊ എന്താ പറയാ? നമുക്കത് 1 ടൈംസ് 4 തന്നെ മൈനസ് ചെയ്താലോ? 7 - 4 ഇറ്റ് ഇസ് 3. അപ്പൊ നമുക്കിത് എന്താണ്? ഒരു മിക്സ്ഡ് ഫ്രാക്ഷൻ ആക്കി എഴുതാം. അപ്പൊ ഈ മിക്സ്ഡ് ഫ്രാക്ഷൻ ആക്കി എഴുതുമ്പോ എന്താ പറയാ? 1 + 3/4 എന്ന് എഴുതാം. 1 + 3/4 അല്ലെങ്കിൽ 1 3/4 എന്ന് എഴുതാം. ഇനി ഒന്ന് പറഞ്ഞേ, ഈ 1 3/4 എന്ന് പറയുന്നത് ഏതിനൊക്കിടയിൽ വരും? 1/4. 1നും 2നും ഇടയിൽ വരും അല്ലെ? അങ്ങനെയാണ് നമുക്ക് ഇവിടെ പ്ലോട്ട് ചെയ്യാം. ഇവിടെ 0 ഉണ്ട്, 1 ഉണ്ട്, 2 ഉണ്ട്. ഓക്കെ, 0 1 2. നമുക്ക് എന്തിന്റെ ആവശ്യമുള്ളൂ? 1 3/4. 1ന് ശേഷം 3/4 ഭാഗം മുന്നോട്ട് പോകണം. അപ്പൊ 1നും 2നും ഇടയിലുള്ളതിനെ 4 ഈക്വൽ പാർട്ടാക്കണം. നേരത്തെ നമ്മൾ എന്തായിരുന്നു? നേരത്തെ 3 ഈക്വൽ പാർട്ടാക്കി. ഇവിടെ 4 ഈക്വൽ പാർട്ടാക്കണം. 4 ഈക്വൽ പാർട്ടാക്കുമ്പോൾ 1 2 3 4. 4 ഈക്വൽ പാർട്ടായി. നമ്മൾ അതിനെ സ്പ്ലിറ്റ് ചെയ്താലോ? 1/4 1/4 1/4 1/4. 4ഉം ഒരേ അളവിലുള്ള പാർട്ടീഷൻസ് ആണ്. അപ്പൊ നമുക്ക് ഇവിടെ 1/4, ഇത് 2/4, ഇത് 3/4. ബാക്കി എന്താ? മറ്റേ 4/4. എന്തായാലും 2 തന്നെ. അപ്പൊ എന്തായി? 1 3/4 എന്ന് പറയുന്നത് 1ൽ നിന്ന് 3/4 ഡിസ്റ്റൻസ് മൂവ് ചെയ്യണം. എത്ര ഡിസ്റ്റൻസ് ആണ്? 1 2 3. 3/4 ഡിസ്റ്റൻസ് മൂവ് ചെയ്താൽ ഈ കാണുന്ന പോയിന്റ് ആണ് എന്താ നമുക്ക് ആവശ്യമുള്ള 1 3/4 എന്ന് പറയുന്ന പോയിന്റ്. ക്ലിയർ ആണേ? ഈ പോയിന്റിന് നമുക്ക് എന്തെന്ന് കൊടുക്കാം? 1 3/4 എന്ന് കൊടുക്കാം. 1ന് ശേഷം 3/4 ഡിസ്റ്റൻസ് മൂവ് ചെയ്തിട്ടുള്ള ഒരു പോയിന്റ്. 1 3/4. ചെയ്തേ, നോക്കിക്കേ.
ക്ലിയർ ആണോ? ക്ലിയർ ആണല്ലോ? നമുക്കെന്നാ ഞാൻ വേറൊരു നമ്പർ തരാം. ഫോർ ആൻ എക്സാമ്പിൾ, മറ്റൊരു ഇഷ്യൂ ഉണ്ടല്ലോ ഇവിടെ. നമുക്കിവിടെ വന്നിരിക്കുന്ന ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഇവിടെ ഒരു കാര്യം നോക്കിക്കേ, -7/4 അല്ലേ? ഈ -7/4 എന്ന് പറയുമ്പോൾ നെഗറ്റീവ് നമ്പേഴ്സിൽ വരുന്നതല്ലേ? അപ്പൊ ഈ നെഗറ്റീവ് നമ്പേഴ്സ് ഏതിനൊക്കിടയിലാ വരിക? -1നും -2നും ഇടയിലുള്ള നമ്പറാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ചെറിയൊരു തിരുത്തുണ്ട് ഇവിടെ. എന്തെന്നാൽ ഈ തന്നിരിക്കുന്ന നമ്പറൊക്കെ ഓക്കെ, ശരിയാണ്. 1/3/4 ഒക്കെ തന്നെയാണ്. പക്ഷെ നമുക്ക് എന്താണ് -1/3/4 ആണ് അല്ലെ? കാരണം എന്താ, -7/4 ആയിരുന്നു ക്വസ്റ്റ്യൻ. -7/4 വരുമ്പോൾ -1/3/4 ആണ് വരേണ്ടത്. -1/3/4 വരുമ്പോൾ നമുക്ക് ഇവിടെ 0 കൊടുക്കാം, ഇവിടെ -1 കൊടുക്കാം, ഇവിടെ -2 കൊടുക്കാം. നേരത്തെ ചെയ്ത പോലെ തന്നെ 4 പാർട്ടീഷൻ ആക്കുന്നു. 1, 2, 3, 4. ഓക്കെ, ഓരോന്നും 1/4 വെച്ചിട്ട് പോകുന്നു. 1/4, 1/4, 1/4, 1/4. ഓരോന്നും ഈക്വൽ ഡിസ്റ്റൻസിലാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. -1 1/4, -1 1/4, -1 2/4, -1 3/4, -1 1/4, -1 2/4, -1 3/4. നമുക്ക് ആവശ്യമുള്ള പോയിന്റ് എന്തായിരുന്നു? -1 3/4 ആണ്. ഈ -1 3/4 തന്നെയാണ് എന്ത്, ഈ കാണുന്ന -7/4. -7/4ഉം -1 3/4ഉം ഒരേ കാര്യം തന്നെയാണ്. അപ്പോ എന്തുകൊണ്ടാണ് ഈ 4 ഡിവിഷൻ ആക്കിയെന്നറിയോ? ഡിനോമിനേറ്ററിൽ 4 4 ഈക്വൽ പാർട്ടാക്കി ഡിവൈഡ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അങ്ങനെ നമുക്കിത് കിട്ടി. അങ്ങനെയാണെങ്കിൽ വേറൊരു ക്വസ്റ്റ്യൻ നോക്കാം. -8/5 -8/5 എന്താ ചെയ്യണ്ടേ? ഒബ്വിയസ്ലി ഡിവൈഡ് ചെയ്ത് നോക്കണം. 8/5 ഡിവൈഡ് ചെയ്യാം. 8 ഡിവൈഡഡ് ബൈ 5, 1 times 5 റിമൈൻഡർ 3. എന്താണ്? 1 times 5 റിമൈൻഡർ 3. ഇത് മിക്സ്ഡ് ഫ്രാക്ഷൻ ആക്കുവാണെങ്കിലോ 1 3/5, 1 3/5. അപ്പോ ഈ -8/5 എന്നുള്ളത് നമുക്ക് എങ്ങനെ എഴുതാം? -1 3/5 എന്ന് എഴുതാം. എങ്ങനെ? -1 3/5. അപ്പൊ -1ന് ശേഷമുള്ള നമ്പറാണ്. ഓക്കെ, -8/5 എന്ന് പറയുമ്പോൾ -1ന് ശേഷമുള്ള നമ്പറാണ്. അപ്പോ നോക്കിയാലോ, ഇവിടെ നമുക്ക് 0 കൊടുക്കാം, -1 -2. എത്ര പാർട്ടീഷൻ കൊണ്ടുവരണം ഇവിടെ? നേരത്തെ ഡിനോമിനേറ്ററിൽ 4 വന്നപ്പോൾ 4 പാർട്ടീഷൻ വന്നു. ഇവിടെ 5 വരുമ്പോൾ 5 പാർട്ടീഷൻ വരണം. സ്പ്ലിറ്റ് ചെയ്ത് നോക്കാം. നമുക്ക് ഓരോന്നായിട്ട് എടുക്കാം. 1, 2, 3, 4, 5. ഓക്കെ, ഓരോന്നായിട്ട് നോക്കാം. ഇത് 1/5, 2/5, 3/5, 4/5, പിന്നെ 5/5. നമുക്ക് ആവശ്യമുള്ള എന്താ? -1 3/5. -1ന് ശേഷം 3/5 വരുന്നത് ഈ ഒരു പോയിന്റ് ആണ്. ഈ പോയിന്റ് നമുക്ക് എന്താ കൊടുക്കാം? -1 3/5 എന്ന് കൊടുക്കാം. -1 3/5. ഓക്കെ, -1 3/5. ഈ -1 3/5 എന്തിനോട് ഈക്വൽ ആണ്? -8/5നോട് ഈക്വൽ ആണ്, which is equal to -8/5. -8/5. ക്ലിയർ ആണോ? ഒരു നമ്പർ ലൈൻ മാർക്ക് ചെയ്തിട്ട് നമ്പർ ലൈനിലുള്ള പെർട്ടിക്കുലർ പോയിന്റ് പ്ലോട്ട് ചെയ്യുന്ന രീതി പഠിച്ചല്ലോ മക്കളെ. കൃത്യമായിട്ട് മനസ്സിലായോ കുട്ടികാരെ? ഓക്കെ ആണല്ലോ? അപ്പൊ എന്താ നമ്മൾ വന്നത്? -7/4 എന്ന് പറയുന്നത് ആദ്യം ഡിവൈഡ് ചെയ്ത് നോക്കണം.
ഡിവൈഡ് ചെയ്ത് നോക്കുമ്പോൾ ഒബ്വിയസ്ലി അതൊരു മിക്സ്ഡ് ഫ്രാക്ഷൻ ആണ്. ആ മിക്സ്ഡ് ഫ്രാക്ഷൻ കിട്ടിയാൽ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും ഏതൊക്കെ നമ്പറിന്റെ ഇടയിലാണ് വരുന്നത് എന്നുള്ളത്. അതിനനുസരിച്ച് ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, പ്ലോട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ ഓക്കെ അല്ലേ? ശരി, നമുക്ക് അടുത്ത് നോക്കാം. ഡ്രോ എ നമ്പർ ലൈൻ റെപ്രസെന്റ് ദ ഫോളോയിങ് റാഷണൽ നമ്പർ ഓൺ ഇറ്റ്. ഇറ്റ്സ് യുവർ ടേൺ. ചെയ്തു. 3/4. ഓക്കെ, എന്താണ് 3/4 എന്ന് പറയുന്നത്? മുക്കാൽ അല്ലേ? മുക്കാലില്ല 0. 3/4 ആണ്. 0 മുതൽ 1 വരെ നമുക്ക് 4 പാർട്ടീഷൻ കൊണ്ടുവരാം. 1/4, 2/4, 3/4, 4/4 അല്ലെങ്കിൽ നമുക്ക് എന്തെന്ന് കൊടുക്കാം, 1 എന്ന് കൊടുക്കാം. 4/4 അല്ലെങ്കിൽ 1. അപ്പോൾ 0യ്ക്കും 1നും ഇടയിലുള്ള പാർട്ടീഷൻസ് ആണ് 1/4, 2/4, 3/4. അതില് നമുക്ക് ആദ്യം എന്താ വേണ്ടേ? 3/4 ആ വേണ്ടേ. അപ്പൊ 3/4 എവിടെ വരും? ഈ കാണുന്ന പോയിന്റ് വരും. 3/4 ഈസി അല്ലേ? അപ്പൊ ഒരു പെർട്ടിക്കുലർ ഫ്രാക്ഷൻ തന്നിട്ട് അതിൽ നിന്ന് ആ ഒരു പെർട്ടിക്കുലർ നമ്പർ എന്തിൽ പ്ലോട്ട് ചെയ്യണം? നമ്പർ ലൈനിൽ പ്ലോട്ട് ചെയ്യാൻ പറഞ്ഞാൽ എന്ത് ചെയ്താൽ മതി? ഏതൊക്കെ നമ്പറിന് ഇടയിലാണ് വരുന്നത് എന്നുള്ളൊരു ലോജിക് ഉണ്ടാവണം. അത് യൂസ് ചെയ്തിട്ട് ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമ്പർ പ്ലോട്ട് ചെയ്യാൻ പറ്റും. ഈ ഒരു കാര്യം ഫോളോ അപ്പ് ചെയ്താൽ മതി. ഓക്കെ, ഇനി -5/8 എന്താണ്? -5/8. അപ്പൊ -5/8 എന്ന് പറയുമ്പോൾ ഒബ്വിയസ്ലി അതൊരു നെഗറ്റീവ് നമ്പർ ആണ്. 0യിൽ നിന്ന് ലെഫ്റ്റ് സൈഡിലോട്ടാണ് വരിക. ഓക്കെ, -5/8 നമുക്ക് 0യിൽ നിന്ന് ലെഫ്റ്റ് സൈഡിലോട്ട് നോക്കാം. ഇത് 0. 8 പാർട്ടീഷൻ കൊണ്ടുവരാവേ. 8 പാർട്ടീഷൻ കൊണ്ടുവരാം. 1/8, 2/8, 3/8, 4/8, 5/8, 6/8, 7/8, 8/8. അപ്പൊ ഇതെന്താ വരിക? -1/8, -2/8, -3/8, -4/8, -5/8, -6/8, -7/8, -8/8 അല്ലെങ്കിൽ 1. നമുക്ക് ഏതാ വേണ്ടേ? -5/8 ആ വേണ്ടേ. -5/8 എവിടെ കിടക്കുന്നു? ദാ ഇവിടെ കിടക്കുന്നു. ഈ കാണുന്ന പോയിന്റ് ആണ് എന്ത്? -5/8. ഓക്കെ, ദാ ഈ കാണുന്ന പോയിന്റ് ആണ് എന്ത്? നമുക്ക് ആവശ്യമുള്ള 3/4. ഈസി അല്ലേ? നമുക്കൊരു നമ്പർ ലൈൻ വരച്ചിട്ട് ഇപ്പോൾ തന്നിരിക്കുന്ന റാഷണൽ നമ്പർ പ്ലോട്ട് ചെയ്യാൻ പറഞ്ഞാൽ എന്ത് ചെയ്താൽ മതി? ഈസി ആയിട്ട് ഈ ഒരു പാറ്റേൺ ഫോളോ ചെയ്താൽ മതി. ഏതൊക്കെ നമ്പറിന് ഇടയിൽ വരും എന്നുള്ളൊരു കോമൺ ലോജിക് ഉണ്ടായാൽ മാത്രം മതി. ഈസി ആയിട്ട് നമുക്ക് ടാക്കിൾ ചെയ്യാൻ പറ്റും. ക്ലിയർ ആണല്ലോ? ഓക്കെ ആണേ? ഓക്കെ, നമുക്ക് അടുത്ത സ്ലൈഡ് നോക്കാം. റാഷണൽ നമ്പേഴ്സിന്റെ സ്റ്റാൻഡേർഡ് ഫോം. എന്താണ് ഈ സ്റ്റാൻഡേർഡ് ഫോം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? സ്റ്റാൻഡേർഡ് ഫോം എന്ന് പറയുന്നത് വേറൊന്നുമല്ല, സിംപ്ലസ്റ്റ് ഫോമിലോട്ട് കൊണ്ടുവരിക. അതായത് ഒരു റാഷണൽ നമ്പർ എന്ന് പറയുമ്പോൾ ഒരു ഫ്രാക്ഷണൽ ഫോമിൽ എഴുതുന്ന നമ്പേഴ്സ് ആണ്. അതിനെ സിംപ്ലസ്റ്റ് ഫോമിലോട്ട് കൊണ്ടുവരിക. സിംപ്ലസ്റ്റ് ഫോമിലോട്ട് കൊണ്ടുവരിക എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ? ഡിവൈഡ് ചെയ്ത് ഇനി ഡിവൈഡ് ചെയ്യാൻ എത്ര ശ്രമിച്ചാലും പറ്റത്തില്ല. ആ ഒരു സ്കീമിലോട്ട് കൊണ്ടുവരണം. ഓക്കെ, ഫോർ ആൻ എക്സാമ്പിൾ 2/5. 2നെയും 5നെയും കോമൺ ആയിട്ട് ഒരു നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റണം. ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. 2/5. പിന്നെന്താ? -3/4. -3/4ഉം റെഡ്യൂസ് ചെയ്യാൻ പറ്റില്ല. അതും 7/3, അതും റെഡ്യൂസ് ചെയ്യാൻ പറ്റില്ല. ഓൾ ഓഫ് ദ 3 ആർ എന്താണ്? റാഷണൽ നമ്പേഴ്സ് ഇൻ ദ സ്റ്റാൻഡേർഡ് ഫോം. സ്റ്റാൻഡേർഡ് ഫോമിലുള്ള റാഷണൽ നമ്പേഴ്സ് ആണ്. ഓടെ അപ്പോ സ്റ്റാൻഡേർഡ് ഫോം എന്താണെന്ന് മനസ്സിലായല്ലോ? ഒരു സിംപ്ലസ്റ്റ് ഓൾ നമ്പർ റേഷ്യോയിലോട്ട് കൊണ്ടുവരുന്നതിനാണ് നമ്മൾ റാഷണൽ നമ്പേഴ്സിന്റെ സ്റ്റാൻഡേർഡ് ഫോം എന്ന് പറയുന്നത്. ഗോട്ട് ഇറ്റ്? അങ്ങനെയാണെങ്കിൽ ഇവിടെ കിടക്കുന്നത് -36 ഡിവൈഡഡ് ബൈ 24. -36 ഡിവൈഡഡ് ബൈ 24. നമുക്ക് അതിന്റെ സിംപ്ലസ്റ്റ് ഫോമിലോട്ട് നോക്കാം. -36 ഡിവൈഡഡ് ബൈ 24. -36നെയും 24നെയും ഒരു കോമൺ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റണം. എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും? ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. നമുക്ക് 6ന്റെ ടേബിളിൽ ഇത് രണ്ടും വരുന്നില്ലേ? അപ്പൊ നമുക്ക് -36നെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 24നെയും 6 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. -36നെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്ത് എത്ര വരിക? -6. വെറും 6 അല്ല,
-6 ആണ്, കാരണം ഇവിടെ നെഗറ്റീവ് സൈൻ ഉണ്ടല്ലോ. 24 ഡിവൈഡഡ് ബൈ 6 എത്രയാ? 4. -6 ഡിവൈഡഡ് ബൈ 4 സ്റ്റാൻഡേർഡ് ഫോം ആയോ? റെഡ്യൂസ്ഡ് സ്റ്റാൻഡേർഡ് ഫോം ആയോ? ഇല്ല. എന്തുകൊണ്ടാ പറ്റില്ല എന്ന് പറഞ്ഞത്? ആരാണ് ഇതിനകത്ത് പറയാ? എന്തുകൊണ്ടാണ് ഇതിനകത്ത് എന്താണ് പറയാ സ്റ്റാൻഡേർഡ് ഫോമിൽ ആയിട്ടില്ല എന്ന് പറയാൻ കാരണം എന്താ? ഈ തന്നിരിക്കുന്ന രണ്ട് നമ്പറിനെയും ഇനിയും നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റുമെന്നേ. ഇനിയും നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? എങ്ങനെയാ ഡിവൈഡ് ചെയ്യാ? 6നെയും 4നെയും ഡിവൈഡ് ചെയ്യാൻ പറ്റുമല്ലോ. 6നെ എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്യാം? 6ന്റെ ഹാഫ് എടുക്കാം, 4ന്റെയും ഹാഫ് എടുക്കാം. അപ്പൊ എത്ര വരാ? -6 ഡിവൈഡഡ് ബൈ 2. -6നെ ഡിവൈഡ് ചെയ്താൽ -3 ഡിവൈഡഡ് ബൈ 4/2 2. -3/2 ഇനി ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല കേട്ടോ. -3/2. അപ്പോ സിംപ്ലസ്റ്റ് സ്റ്റാൻഡേർഡ് ഫോം ഓഫ് -36 ഡിവൈഡഡ് ബൈ 24 എന്ന് പറയുന്നത് എന്താ? -3/2 ആണ്. വേറെ ഒന്നുമില്ല, സിംപ്ലസ്റ്റ് റേഷ്യോയിലോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു? ഇക്വലന്റ് റാഷണൽ നമ്പർ എടുത്തു. -36/24ന്റെ ഇക്വലന്റ് റാഷണൽ നമ്പർ ആണ് എന്ത്? -3/2. അപ്പൊ -36/24ന്റെ സിംപ്ലസ്റ്റ് സ്റ്റാൻഡേർഡ് ഫോം എന്ന് പറയുന്നത് എത്രയാണ്? -3/2 ആണ്. ക്ലിയർ ആയോ? മനസ്സിലായോ? -3/2 എന്ന രീതി മനസ്സിലായല്ലോ മക്കളെ? ഓക്കെ ആണല്ലോ? ഓക്കെ. അങ്ങനാണെങ്കിൽ വേറെ ക്വസ്റ്റ്യൻ ഞാൻ തരാം. -49 ഡിവൈഡഡ് ബൈ 63. -49 ഡിവൈഡഡ് ബൈ 63. -49 ഡിവൈഡഡ് ബൈ 63. ഇതിനെ എന്തെങ്കിലും സ്റ്റാൻഡേർഡ് ഫോമിലോട്ട് കൊണ്ടുവരണം. എങ്ങനെ കൊണ്ടുവരിക? ഡിവൈഡ് ചെയ്യണം. ഡിവൈഡ് ചെയ്യണം എന്നുള്ള ഐഡിയ മനസ്സിലായല്ലോ. ഇനി 49ഉം 63ഉം ഏതെങ്കിലും ഒരു നമ്പറിന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. ഏതാണ് ആ നമ്പർ? വെരി ഗുഡ്, 7 ആണ്. അങ്ങനാണെങ്കിൽ -49 ഡിവൈഡഡ് ബൈ 7 ഡിവൈഡഡ് ബൈ 63 ഡിവൈഡഡ് ബൈ 7 -49 ഡിവൈഡഡ് ബൈ 7 എത്രയാ? 49നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്നത് 7 തന്നെ, കാരണം 7 × 7 അല്ലേ 49. അപ്പൊ -7 ഡിവൈഡഡ് ബൈ 63 ഡിവൈഡഡ് ബൈ 7. 63 പരിചയമുണ്ടോ? 7ന്റെ ടേബിളിൽ 63 എത്ര ടൈംസാ? വെരി ഗുഡ്, 9 ടൈംസ്. അപ്പൊ -7 ഡിവൈഡഡ് ബൈ 9 ഇതായിരിക്കും ഇതിന്റെയും സിംപ്ലസ്റ്റ് സ്റ്റാൻഡേർഡ് റേഷ്യോ ഫോം. -7/9. ഈ -7/9 ഇനി നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ സിംപ്ലസ്റ്റ് റേഷ്യോയിലോട്ട് എത്തിയെന്ന് പറഞ്ഞത്. കോഡ്. അപ്പൊ എന്ത് ചെയ്താൽ മതി? ഒരു റേഷ്യോ തന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു റാഷണൽ നമ്പർ തന്നാൽ അതിന്റെ സ്റ്റാൻഡേർഡ് ഫോമിലോട്ട് എഴുതാൻ പറഞ്ഞാൽ എന്ത് ചെയ്താൽ മതി? അതിനെ ഡിവൈഡ് ചെയ്ത് ഏറ്റവും സിംപ്ലസ്റ്റ് നമ്പറിലോട്ട് കൊണ്ടുവരിക എന്നുള്ളതാണ് ഈ പറഞ്ഞ ഏത് സ്റ്റാൻഡേർഡ് ഫോം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആണേ? മനസ്സിലായല്ലോ? ഓക്കെ, നമുക്ക് അടുത്തതിലോട്ട് പോവാം. കമ്പാരിസൺ. രണ്ട് റാഷണൽ നമ്പർ തമ്മിൽ കമ്പയർ ചെയ്യുന്ന ഒരു രീതിയാണ്. -2/3, 5/3. ആദ്യത്തെ കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നെഗറ്റീവ് റാഷണൽ നമ്പറും ഒരു പോസിറ്റീവ് റാഷണൽ നമ്പറും തമ്മിൽ കമ്പയർ ചെയ്യുകയാണ്. ഒബ്വിയസ്ലി നെഗറ്റീവ് റാഷണൽ നമ്പർ വിൽ ബി ലെസ് ദാൻ ദി പോസിറ്റീവ് റാഷണൽ നമ്പർ. നമ്മൾ നെഗറ്റീവ് റാഷണൽ നമ്പറും പോസിറ്റീവ് റാഷണൽ നമ്പറും കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു കേട്ടോ, അത് ഓർത്തോണേ. ഒരു നെഗറ്റീവ് റാഷണൽ നമ്പർ എപ്പോഴും ചെറുതായിരിക്കും കമ്പാരിറ്റീവ്ലി ടു ദ പോസിറ്റീവ് റാഷണൽ നമ്പർ. പോസിറ്റീവ് റാഷണൽ നമ്പർ എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്? ഒരു പോസിറ്റീവ് നമ്പർ ആണ്. ആ നമ്പറിനെ ഡിപ്പെൻഡ് ചെയ്ത് പറയുമ്പോൾ നെഗറ്റീവ് നമ്പർ വിൽ ബി ലെസർ ദാൻ ദി പോസിറ്റീവ് നമ്പർ, അല്ലെ? നെഗറ്റീവ് നമ്പർ എന്തായിരിക്കും? പോസിറ്റീവ് നമ്പറിനേക്കാളും ചെറിയ നമ്പർ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് എന്ത് പറയാം? ലെസ് ദാൻ ആണോ ഗ്രേറ്റർ ദാൻ ആണോ എന്ന് പറയാൻ പറ്റില്ലേ? ഇവിടെ -2/3യും 5/3യും തമ്മിലുള്ള കമ്പാരിസൺ ആണ്. എങ്ങനെയാ വരിക? കമ്പയർ ചെയ്യുമ്പോൾ എന്താണ്? -2/3യും 5/3യും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ എന്താണ് കിട്ടുക? ഏതാണ് വലുത്, ഏതാണ് ചെറുത്? ചെറുത് വരുന്നത് -2/3 ആണ്. ഇനി ഈ സിമ്പിൾ ഇടുന്ന കാര്യത്തിൽ കൺഫ്യൂഷൻ ഉണ്ടോ? സിമ്പിൾ ഇടുന്ന കാര്യത്തിൽ കൺഫ്യൂഷൻ എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്ത് ചെയ്താൽ മതി? ഓപ്പൺ അപ്പ് ആയിരിക്കുന്നത് ഏതാ? ഈ സമയം കണ്ട
ഇത് ഓപ്പൺ അപ്പ് ആയിരിക്കുന്നത് എങ്ങോട്ടേക്കാണ്? വലിയ നമ്പറിലോട്ടായിരിക്കും. ചേർന്നിരിക്കുന്നത് ചെറിയ നമ്പറിലോട്ടായിരിക്കും. എങ്ങനെ? ഓപ്പൺ ആയിരിക്കുന്നത്, ഇതിന്റെ മൗത്ത് ഓപ്പൺ ആയിരിക്കുന്നത് എങ്ങോട്ടേക്കാണ്? വലിയ നമ്പറിലോട്ടാണ്. അപ്പൊ 5/3 ആയിരിക്കും എന്ത്? വലിയ നമ്പർ. മൗത്ത് ക്ലോസ് ആയിരിക്കുന്നത് ചെറിയ നമ്പറിലോട്ടാണ്. ഓക്കെ ആണേ. അപ്പോൾ വലിയ നമ്പറും ചെറിയ നമ്പറും ബേസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം? പ്ലോട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ എന്ത് കൊടുക്കാം? -2/3 is less than 5/3. -2/3 is less than 5/3. വേറെ എക്സാമ്പിൾ കൊടുക്കാം. 1/4 dash -3/4. 1/4 ആണോ -3/4 ആണോ വലുത്? കമ്പയർ ചെയ്ത് പറഞ്ഞേ. കമ്പാരിറ്റീവ്ലി ഒരെണ്ണം പോസിറ്റീവ് നമ്പർ ആണ്, മറ്റൊരെണ്ണം നെഗറ്റീവ് നമ്പർ ആണ്. ഒബിയസ്ലി പോസിറ്റീവ് നമ്പർ ആയിരിക്കും എന്ത്? വലുതായിട്ട് വരിക. അപ്പോൾ വലിയതാണെങ്കിൽ ഓപ്പൺ അപ്പ് ആവേണ്ട സ്പേസ് അങ്ങോട്ടേക്കാണ്. അപ്പൊ ഇവിടെ എന്താ സിമ്പിൾ വരിക? മോർ ദാൻ. 1/4 ഈസ് മോർ ദാൻ -3/4. 1/4 ഈസ് മോർ ദാൻ -3/4. -2/3 ഈസ് ലെസ് ദാൻ 5/3. ഓക്കെ അല്ലേ? ഓക്കെ. കമ്പാരിസൺ ഓഫ് ടു പോസിറ്റീവ് റാഷണൽ നമ്പർ. ഒരെണ്ണം പോസിറ്റീവ് ഒരെണ്ണം നെഗറ്റീവ് ആണെങ്കിൽ എളുപ്പം നമുക്ക് ഒരുപാട് ആലോചിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നെഗറ്റീവ് നമ്പർ ഒബിയസ്ലി ചെറിയ നമ്പർ ആയിരിക്കും. അങ്ങനെ നമുക്ക് കൺസിഡർ ചെയ്യാമായിരുന്നു. ഇവിടുത്തെ കേസിൽ രണ്ടും പോസിറ്റീവ് നമ്പർ ആണ്. രണ്ടും പോസിറ്റീവ് നമ്പർ ആണെങ്കിൽ രണ്ട് മെത്തേഡ് ഉണ്ട്. ഈ രണ്ട് മെത്തേഡ് നമ്മൾ പറഞ്ഞുതരാം. കുറച്ചുകൂടി എളുപ്പമുള്ള മെത്തേഡും ഉണ്ട്, കുറച്ച് കറങ്ങുന്ന ഒരു മെത്തേഡും ഉണ്ട്. ഫോർ ആൻ എക്സാമ്പിൾ, 3/2 and 1/2. 3/2 1/2. 3/2 എന്ന് പറയുന്നത് എന്താ? 3ന്റെ പകുതി. 3ന്റെ പകുതി എത്രയാ? 1.5 ആണേ. 3/2 എന്ന് പറയുമ്പോൾ 3ന്റെ പകുതി, ദാറ്റ് ഈസ് 1.5. ഇവിടെ എത്രയാ? ഹാഫ് ആണ്. 1/2 ആണ്. 0.5. ഇതിൽ ഏതാണ് വലിയ നമ്പർ? 3/2 ആണോ 1/2 ആണോ? 3/2 ആണോ 1/2 ആണോ? അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഡിനോമിനേറ്റർ ഇവിടെ സെയിം ആണ്. ഇവിടുത്തെ രണ്ട് കേസിൽ ഡിനോമിനേറ്റർ 2 തന്നെയാണ്. അപ്പൊ ന്യൂമറേറ്ററിൽ വലുതേതാ ചെറുതേതാ നോക്കിയാൽ മതി. ന്യൂമറേറ്റർ നോക്കുമ്പോൾ വലുതേതാ? 3 ആണ്. അപ്പൊ സോ 3/2 will be more than 1/2. ഓക്കെ, 3/2 എന്തായിരിക്കും? 1/2നേക്കാൾ വലിയ നമ്പർ ആണ്. 3ന്റെ പകുതി 1.5 ആണ്. 1/2 എന്ന് പറയുമ്പോൾ അരയാണ്. അങ്ങനെ കമ്പയർ ചെയ്യുമ്പോൾ 3/2 will be greater than 1/2. ഇവിടുത്തെ കേസിൽ 4/7 and 3/4. ഈ കേസിൽ എന്താ? രണ്ടിന്റെ ഡിനോമിനേറ്റർ സെയിം ആണ്. ഇവിടെ എന്തല്ല? ഡിനോമിനേറ്റർ സെയിം അല്ല. 4/7 and 3/4. ഇതിനെ എങ്ങനെ ഡിനോമിനേറ്റർ സെയിം ആക്കും? LCM എടുക്കണം. വെരി ഗുഡ്. അങ്ങനെയാണെങ്കിൽ LCM എടുക്കുകയാണെങ്കിൽ 7ന്റെയും 4ന്റെയും LCM എടുക്കാം. ഒബ്വിയസ്ലി അതിനകത്ത് വേറെ ഡിവൈഡ് ചെയ്യാൻ നമ്പേഴ്സ് ഒന്നുമില്ല. സോ 7 into 4. LCM വരുന്നത് 7 into 4 എത്രയാ? 28. അപ്പോൾ ഇവിടെ ഡിനോമിനേറ്റർ സെയിം ആക്കാൻ ഇവിടെ 7 28 ആവണമെങ്കിൽ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? ഇക്വലന്റ് ഫ്രാക്ഷൻ എടുക്കുവാണേ. 7നെ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 28 ആവും? 7 4s are 28. അതേ 4 കൊണ്ടിന് മുകളിൽ മൾട്ടിപ്ലൈ ചെയ്യണം. മൈനസ് നോട്ട് എ മൈനസ്, നമുക്കൊരു സിമ്പിൾ ആണ്. നമുക്ക് എന്ത് കൊടുക്കണമെന്നുള്ള അറിയാൻ വേണ്ടിയിട്ടാണ്. 16/28 21/28. ഇനി പറ, 16/28 ആണോ 21/28 ആണോ വലുത്? എന്താ ഇവിടെ ചെയ്തേ? നമ്മൾ ഡിനോമിനേറ്റർ സെയിം ആക്കി. ഡിനോമിനേറ്റർ സെയിം ആക്കാൻ എന്ത് ചെയ്തു? LCM എടുത്തു. LCM എടുത്തിട്ട് അതിന്റെ മൾട്ടിപ്പിൾസ് കണ്ടുപിടിച്ചിട്ട് എന്ത് ചെയ്യാം? നമുക്ക് ഡിനോമിനേറ്റർ സെയിം ആക്കാം. ഡിനോമിനേറ്റർ രണ്ടും 28 ആണ്. ഇനി ഇതില്
16/28 ആണോ 21/28 ആണോ വലുത്? കമ്പാരിറ്റീവ്ലി ഡിനോമിനേറ്റർ സെയിം ആയി കഴിഞ്ഞാൽ നമ്മൾ ന്യൂമിനേറ്റർ നോക്കിയാൽ പോരെ. അപ്പൊ എന്താ 16/28 വിൽ ബി ലെസ് ദാൻ 21/28. 16/28 വിൽ ബി ലെസ് ദാൻ 21/28. ക്ലിയർ ആണ്? ഇനി ഇതിന്റെ രണ്ടാമതൊരു മെത്തേഡ്, ഇപ്പൊ LCM കണ്ടുപിടിച്ച് ചെയ്ത മെത്തേഡ് അല്ലേ, ഇതിന്റെ രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താണ്, ഇവിടെ 4/7 ഉണ്ട്, കമ്പാരിസൺ കമ്പയർഡ് ടു 3/4. 4/7 3/4. നമ്മൾ ചെയ്യേണ്ട കാര്യം ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. 4നെ ഇങ്ങോട്ടേക്കും 7നെ ഇങ്ങോട്ടും മൾട്ടിപ്ലൈ ചെയ്യാം. 4 4s are 16 by 7 3s are 21. ഇതിലേതാ ചെറുത്? 16 ആണോ 21 ആണോ? 16 ആണ് ചെറുത്. വെരി ഗുഡ്, 16 ആണ് ചെറുത്. അങ്ങനെയാണെങ്കിൽ 4/7 വിൽ ബി ലെസ് ദാൻ 3/4. ക്ലിയർ ആണ്? 4/7 വിൽ ബി ലെസ് ദാൻ 3/4. ഒന്ന് ചെയ്ത് നോക്കിക്കേ. ഇതാണ് കുറച്ചുകൂടി എളുപ്പം എന്ന് തോന്നുന്നു, കാരണം ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് അതിനകത്ത് ഏറ്റവും ചെറുത് വലുത് നോക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, പ്ലോട്ട് ചെയ്യാൻ പറ്റും. ഈ ഒരു മെത്തേഡ് എന്ന് പറയുന്നത് എന്താ, ഡിനോമിനേറ്റർ സെയിം ആക്കും. ഡിനോമിനേറ്റർ സെയിം ആക്കാൻ വേണ്ടിയിട്ട് LCM നോക്കും. ഓക്കെ, ഇത് ഒബ്വിയസ്ലി ഇത്തിരി കറക്കമുണ്ട്. ഇതാകുമ്പോൾ ഈസി ആയിട്ട് നമുക്ക് സോൾവ് ചെയ്തെടുക്കാൻ പറ്റും. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ചെറുത് വലുത് നോക്കിയിട്ട് ചെയ്താൽ മതി. ഓക്കെ, ക്ലിയർ ആണ്? ഓക്കെ, കമ്പാരിസൺ ഓഫ് റാഷണൽ നമ്പേഴ്സ് കമ്പയറിംഗ് ടു നെഗറ്റീവ് റാഷണൽ നമ്പർ. നേരത്തെ കേസിൽ ആദ്യം എന്തായിരുന്നു, ഒരു പോസിറ്റീവ് ഒരു നെഗറ്റീവ് നമ്പർ വന്നു, പിന്നെ രണ്ടും പോസിറ്റീവ് നമ്പർ വന്നു. ഇപ്പതാ രണ്ടും നെഗറ്റീവ് ആണെങ്കിൽ, എന്താ ചെയ്യാം? സെയിം പ്രോസസ്. ഒന്നെങ്കിൽ എന്ത് ചെയ്യുക, ഡിനോമിനേറ്റർ സെയിം ആക്കുക, LCM എടുക്കുക, ഡിനോമിനേറ്റർ സെയിം ആക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഒരു എളുപ്പവഴി എന്താ, ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ആവശ്യമുള്ള എന്ത് കിട്ടും, ഒരു റിലേഷൻ കിട്ടും, കമ്പാരിസൺ കിട്ടും. വലുത് ഏതാണ് ചെറുത് ഏതാണ് എന്നുള്ളൊരു കോമൺ ഐഡിയ കിട്ടും. നമുക്കൊന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താലോ. 5 × -5 × 3 -2 × 8. ഇതിങ്ങോട്ടും വന്നു. -5 × 3 -15, -2 × 8 -16. ഇതിലേതാണ് വലുത്, ഏതാണ് ചെറുത്? -15 ആണോ -16 ആണോ വലുത്? നമുക്കറിയാം 0യിൽ നിന്ന് ലെഫ്റ്റ് സൈഡിലോട്ട് പോകും തോറും എന്താണ്, വാല്യൂസ് കുറഞ്ഞു വരുവാണ്. അപ്പൊ -15 ശേഷമല്ലേ -16 വരിക. അങ്ങനെയാണെങ്കിൽ -15 വിൽ ബി ഗ്രേറ്റർ ദാൻ -16. സോ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു രീതിയിൽ സിമ്പിൾ കൊടുക്കാം. -15 is ഗ്രേറ്റർ ദാൻ അല്ലേ, അപ്പൊ സോറി, ഗ്രേറ്റർ ദാൻ എന്ന് പറയുമ്പം -15 അവിടെ ആണെങ്കിൽ എന്തുണ്ട്, ഓപ്പൺ ആവുന്നുണ്ട്. -15 will be greater than -16. Otherwise, -5/8 is greater than -2/3. എന്ത് ചെയ്തു, -5/8 -2/3 ഇത് തമ്മിൽ എന്ത് ചെയ്തു, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു. എന്നിട്ട് അതിൽ ഏതാണ് വലുത് ഏതാണ് ചെറുതെന്ന് കണ്ടുപിടിച്ചു. ആ ഒരു റിലേഷൻ ബേസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്തു, ആ ഫ്രാക്ഷൻസ് അല്ലെങ്കിൽ ആ ഒരു റാഷണൽ നമ്പറിലും കമ്പാരിസൺ കൊണ്ടുവന്നു. ക്ലിയർ ആണ്? അപ്പൊ കമ്പാരിസൺ കൊണ്ടുവന്ന രീതി മനസ്സിലായോ മക്കളെ? നമ്മൾ 3 കേസുകൾ പഠിച്ചു. ആദ്യത്തെ കേസ് എന്തായിരുന്നു, ഒരെണ്ണം നെഗറ്റീവും ഒരെണ്ണം പോസിറ്റീവും വന്നു. ഒരെണ്ണം നെഗറ്റീവ് ഒരെണ്ണം പോസിറ്റീവ് വന്നാൽ കണ്ണും പൂട്ടി നിങ്ങൾക്ക് എഴുതാം, നെഗറ്റീവ് നമ്പർ വിൽ ബി ലെസർ ദാൻ ദി പോസിറ്റീവ് വൺ. ഓക്കെ, പോസിറ്റീവ് നമ്പർ ആയിരിക്കും വലിയ നമ്പർ ആയിട്ട് വരിക, നെഗറ്റീവ് നമ്പർ ചെറിയ നമ്പർ ആയിരിക്കും. ഓക്കെ, അപ്പോൾ അങ്ങനെ നമുക്ക് ഗ്രേറ്റർ ദാൻ ആണോ മോർ ദാൻ ആണോ ലെസ് ദാൻ ആണോ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഡിപ്പെക്ട് ചെയ്യാൻ പറ്റും. ദ നെക്സ്റ്റ് വൺ, കമ്പയറിംഗ് ടു പോസിറ്റീവ് റാഷണൽ നമ്പർ. പോസിറ്റീവ് റാഷണൽ നമ്പർ വരുമ്പോഴത്തേക്കാണ് മറ്റൊരു പ്രശ്നം. 2 രീതിയിൽ നമുക്ക് ഇത് ചെയ്യാം. ഒന്ന്, ഡിനോമിനേറ്റർ സെയിം ആക്കാം. ഡിനോമിനേറ്റർ സെയിം ആക്കാൻ എന്ത് ചെയ്യണം, LCM എടുക്കണം. LCM യൂസ് ചെയ്തിട്ട് ഡിനോമിനേറ്റർ സെയിം ആക്കാം. എന്നിട്ട് എന്താണ്, വലുത് ഏതാണ് ചെറുതാണെന്ന് നമുക്ക് തീരുമാനിക്കാം. രണ്ടാമത്തെ ഈസി മെത്തേഡ് എന്ന് പറഞ്ഞാൽ ആ ഫ്രാക്ഷൻ എടുത്ത് എഴുതുക, ആ ഫ്രാക്ഷൻ തമ്മിൽ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. അങ്ങനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും ഏതാണ് ചെറുത് ഏതാണ് വലുതെന്ന് അറിയാൻ പറ്റും. അതിനനുസരിച്ച് പ്ലോട്ട് ചെയ്യാം. ക്ലിയർ? ആ റാഷണൽ നമ്പേഴ്സ് പ്ലോട്ട് ചെയ്യാം. അപ്പോൾ അടുത്ത നോക്കിക്കേ, കമ്പയറിംഗ് ടു നെഗറ്റീവ് റാഷണൽ നമ്പർ.
നെഗറ്റീവ് റാഷണൽ നമ്പറും സെയിം പ്രോസസ്സ് തന്നെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -15 ആൻഡ് -16. അങ്ങനെ നോക്കുമ്പോൾ -15 വിൽ ബി ഗ്രേറ്റർ ദാൻ -16. -15നെക്കാളും വലിയ നമ്പർ ആയിരിക്കും -16 എന്ന് പറയുന്നത്. സോ വി വിൽ ഗെറ്റ് -15 is greater than -16, which means -5/8 is greater than -2/3. -5/8 is greater than -2/3. Clear? Next one. Which of the following pairs represents the same rational number? എന്താ ഉദ്ദേശിക്കുന്നത്? സെയിം റാഷണൽ നമ്പർ കിട്ടുന്ന ഏതെങ്കിലും നമ്പേഴ്സ് ഇതിലുണ്ടോ എന്നാണ് ചോദ്യം. ആദ്യം തന്നെ നോക്കാം. -7/21. -7/21 ഏതെങ്കിലും ഒരു നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? -7/21നെ നമ്മളുടെ കമ്പാരിസൺ എന്ന് പറയാൻ പറ്റില്ല. നമ്മളുടെ ഏതാണ്? ഇക്വലന്റ് റാഷണൽ നമ്പർ. അതെ, വെരി ഗുഡ്. ഇക്വലന്റ് റാഷണൽ നമ്പർ ബേസ് ചെയ്തിട്ടാണ് ഇത് വരിക. അപ്പൊ ഇക്വലന്റ് റാഷണൽ നമ്പർ ബേസ് ചെയ്തിട്ട് വരുമ്പോൾ 7 ആണെങ്കിലും 21 ആണെങ്കിലും ഏതിന്റെ മൾട്ടിപ്പിൾ ആണ്? 7ന്റെ മൾട്ടിപ്പിൾ ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പൊ എത്ര വന്നു? 7/7 1. സോ -1 മൈനസ് മറക്കല്ലേ, ഡിവൈഡഡ് ബൈ 21/7. 21നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 7ന്റെ ടേബിളിൽ 21 എത്ര ടൈംസാ? ഓക്കെ, 3 ടൈംസ്. -1/3. ഇനി അടുത്തതോ? 3/9. 3/9. 3നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. 9ഉം 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. സോ വിൽ ബി ഈക്വൽ ടു 1/3. ഈ -1/3യും +1/3യും സെയിം നമ്പർ ആണോ? അല്ല. ആ ഒരു ഐഡിയ ഉണ്ടല്ലോ അല്ലേ? ഉറപ്പാണേ. അപ്പൊ എന്താ, നമ്മൾ പോസിറ്റീവ് റാഷണൽ നമ്പർ പറഞ്ഞു, നെഗറ്റീവ് റാഷണൽ നമ്പറും പറഞ്ഞു. ഈ രണ്ട് റാഷണൽ നമ്പറിൽ ഒരെണ്ണം ഇപ്പൊ തന്നിരിക്കുന്നതിൽ ഒരെണ്ണം നെഗറ്റീവും ഒരെണ്ണം പോസിറ്റീവ് ആണ്. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? ഇത് രണ്ടും ഈക്വൽ ആണോ? അല്ല. -1/3 is not equal to 1/3. -1/3യും 1/3യും എന്തല്ല? ഈക്വൽ അല്ല. നെക്സ്റ്റ് വൺ ഒന്ന് ചെയ്ത് നോക്കിയേ. -16/20. -16/20. അപ്പൊ -16/20 ഏതെങ്കിലും ഒരു കോമൺ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുവേ? -16നെ ഡിവൈഡഡ് ബൈ 4, 20യും ഡിവൈഡഡ് ബൈ 4. -16 ഡിവൈഡഡ് ബൈ 4 എത്രയാ? -16 ഡിവൈഡഡ് ബൈ 4 എത്രയാ? സ്റ്റാൻഡേർഡ് ഫോമിലോട്ട് വന്നോ? 4ന്റെ ടേബിളിൽ 16 എത്ര ടൈംസ് ആ? 4 ടൈംസ് ആണ്. 4 1s are 4, 4 2s are 8, 4 3s are 12 and 4 4s are 16. അങ്ങനെയാണെങ്കിൽ -4 എന്നായി ഡിവൈഡഡ് ബൈ 20 ഡിവൈഡഡ് ബൈ 4. 16 കഴിഞ്ഞാൽ പിന്നെ അടുത്ത നമ്പർ ഏതാ? 20 ആണ്. സോ -4/5 ആണ്. ഇനി അടുത്ത ഏതായിരുന്നു? 20 ഡിവൈഡഡ് ബൈ -25. ഞാൻ നേരത്തെ പറഞ്ഞു ഡിനോമിനേറ്ററിൽ ഒരു നെഗറ്റീവ് സൈൻ വന്നാൽ അത് എന്തിനോട്ട് ഇടണം? പോസിറ്റീവ് അല്ല, ഐ മീൻ ന്യൂമറേറ്ററിലോട്ട് ഇടണം. അങ്ങനെ എന്താ പറയുക? -20 ഡിവൈഡഡ് ബൈ 25. എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്യാം? ഒബ്വിയസ്ലി 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. -20 ഡിവൈഡഡ് ബൈ 5 ഡിവൈഡഡ് ബൈ 25 ഡിവൈഡഡ് ബൈ 5. -20/5. 20നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാലോ. 5ന്റെ ടേബിളിൽ 20 ഇല്ലേ? യെസ്, 4 ടൈംസ്. 5 1s are 5, 5 2s are 10, 5 3s are 15, 5 4s are 20 അല്ലേ? 20 വരുന്ന എത്ര ടൈംസ് ആണ്? 4 ടൈംസ് ആണ്. സോ -4 ഡിവൈഡഡ് ബൈ 5. രണ്ടിടത്തും സെയിം വന്നേ. -4 divided by 5 എന്നല്ലേ? So which implies -4 divided by 5 equal to -4 divided by 5, which gives -16/20 is equal to 20/25. 20/25 ഈ രണ്ട് ഫ്രാക്ഷനും സെയിം ആണ്. ഇവിടുത്തെ കേസിൽ സെയിം അല്ല. -7/21 is not equal to 3/9. Okay, -7/21 is not equal to 3/9. ഇവിടെയോ
8/-5 എന്താണ്? 8/-5. അപ്പൊ -8/5 എന്ന് കൊടുക്കാം. ഇതിനകത്ത് എന്തെങ്കിലും ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? ഇല്ല അല്ലേ, അതങ്ങനെ തന്നെയാണ് നോട്ടെ. നെക്സ്റ്റ് വൺ -24 ഡിവൈഡഡ് ബൈ 15. -24 ഡിവൈഡഡ് ബൈ 15 എത്ര ഉണ്ടെങ്കിലും ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും അല്ലേ? അപ്പൊ -8/15 ഡിവൈഡഡ് ബൈ 3 എത്രയാ? 5. അപ്പൊ രണ്ടിടത്ത് സെയിം വന്നാ അവിടെ ഒരു കാര്യം നോക്കി, ആദ്യത്തെ ഫ്രാക്ഷൻ എന്തായിരുന്നു, അല്ലെങ്കിൽ ആദ്യത്തെ റാഷണൽ നമ്പർ എന്തായിരുന്നു? -8/5 ആയിരുന്നു. ഇത് സിംപ്ലിഫൈ ചെയ്തപ്പോഴും എന്ത് തന്നെ കിട്ടി? -8/5 തന്നെ കിട്ടി. അപ്പൊ എങ്ങനെ എഴുതാം? -8/5 is equal to -8/5, which gives -8/5 is equal to -24 divided by 15. ക്ലിയർ ആണേ? ചെയ്തത് കൃത്യമായിട്ട് നോക്കിക്കേ. ഇവിടെ ആദ്യം നെഗറ്റീവ് നമ്പേഴ്സ് വന്നു, പോസിറ്റീവ് നമ്പേഴ്സ് വന്നു. അത് തമ്മിൽ ഈക്വലന്റ് ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്തായത്. ഈക്വലന്റ് ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു? ഇക്വലന്റ് ഫ്രാക്ഷൻസ് എടുത്ത് നോക്കി. ഇക്വലന്റ് ഫ്രാക്ഷൻസ് എടുത്ത് നോക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു കമ്പാരിസൺ കൊണ്ടുവരാൻ പറ്റും. ഓക്കെ, ഈക്വൽ അല്ല, ഈക്വൽ ആണോ അല്ലയോ എന്നല്ലേ ചോദിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ അല്ലെ? വിച്ച് ഓഫ് ദ ഫോളോയിങ് പെയർസ് റെപ്രസെന്റ്സ് ദ സെയിം റാഷണൽ നമ്പർ? സെയിം റാഷണൽ നമ്പർ വരുന്ന ഏതൊക്കെയാണ്? ഒന്ന് ഏതാണ്? ദാ -16/20 and 20/-25. അതുപോലെ 8/-5 -24/15. ഇത് രണ്ടും എന്താണ്? ഒരേ കാര്യം തന്നെയാണ്. ഐ മീൻ റാഷണൽ നമ്പേഴ്സ് സെയിം ആണ്. ക്ലിയർ ആണേ? ഓക്കെ ആണേ? ഓക്കെ. റീറൈറ്റ് ദ ഫോളോയിങ് റാഷണൽ നമ്പേഴ്സ് ഇൻ ദ സിംപ്ലസ്റ്റ് ഫോം. എന്ത് ചെയ്താൽ മതി? ഡിവൈഡ് ചെയ്താൽ മതി. സിംപ്ലസ്റ്റ് ഫോം എന്ന് പറയുന്നത് എന്താണ്? വളരെ എളുപ്പം ചെയ്യാം. എന്താ പറയാ, ഡിവൈഡ് ചെയ്ത് ചെറിയൊരു നമ്പറിന്റെ ഫോമാറ്റിലോട്ട് കൊണ്ടുവരണം. നെക്സ്റ്റ് ഇവിടെ -8/6. -8/6 8നെയും 6നെയും ഒരേപോലെ ഡിവൈഡ് ചെയ്യുന്ന ഒരു നമ്പർ വേണം. ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും ഒരുപോലെ സെയിം ടൈമിൽ ഡിവൈഡ് ചെയ്യുന്ന ഒരു പെർട്ടിക്കുലർ നമ്പർ എടുക്കണം. എങ്ങനെ എടുക്കാം? എത്ര എടുക്കാം? നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഡിവൈഡഡ് ബൈ 2. Here also divided by 2, and you will get -8ന്റെ ഹാഫ്. -8ന്റെ ഹാഫ് എത്രയാ? -4 divided by 6ന്റെ ഹാഫ് എത്രയാ? 3. -4/3. -8/6ന്റെ സിംപ്ലസ്റ്റ് സ്റ്റാൻഡേർഡ് ഫോം എന്താണ്? -4/3. 25/45. 25 divided by 45. ഇതിന്റെ സിംപ്ലസ്റ്റ് ഫോമിലോട്ട് കൊണ്ടുവരണം. എന്താ ചെയ്യണ്ടേ? നമുക്ക് ഡിവൈഡ് ചെയ്യണം. ഒബ്വിയസ്ലി നേരത്തെ ചെയ്തതുപോലെ തന്നെ ഡിവൈഡ് ചെയ്യാം. 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 25 divided by 5 എത്രയാ? ഒബ്വിയസ്ലി ഇറ്റ് ഈസ് 5 by 45 divided by 5. 45 divided by 5 എത്ര വരിക? 45 divided by 5. 5ന്റെ ടേബിളിൽ 45 എത്ര ടൈംസ് ആ വരിക? യെസ്, വെരി ഗുഡ്. 9 ടൈംസ്. 5/9. ഓക്കെ, അപ്പോൾ 25/45ന്റെ സിംപ്ലസ്റ്റ് ഫോം എന്ന് പറയുന്നത് 5/9 ആണ്. അതുപോലെ -8/6ന്റെ സിംപ്ലസ്റ്റ് ഫോം എന്ന് പറയുന്നതും -4/3 ആണ്. ഇത് രണ്ടും ഈക്വൽ ആവണമെന്നില്ല. ചോദിച്ചിരിക്കുന്നത് ഇതിന്റെ സിംപ്ലസ്റ്റ് ഫോമിലോട്ട് എഴുതാമെന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെ -44 divided by 72. അതെങ്ങനെ സോൾവ് ചെയ്യാം? -44 divided by 72. -44നെയും 72നെയും ഡിവൈഡ് ചെയ്യണം. എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്യും? 11 കൊണ്ട് ഡിവൈഡ് ചെയ്യാം അല്ലെ? 11 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എന്താ വരിക? 44 divided by 11. It is -4 divided by 72 divided by 11. എത്ര വരിക? 7 ടൈംസ് അല്ലല്ലോ. 11 കൊണ്ട് ഡിവൈഡ് ചെയ്യാനായിട്ട് പറ്റില്ല. നമുക്കത്
12 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കിയാലോ. 44 ഡിവൈഡഡ് ബൈ 12, 72 ഡിവൈഡഡ് ബൈ 12. നോക്കിക്കേ, -44ഉം 72, -44നെയും 72നെയും എന്ത് ചെയ്യണം, ഒരു സിംപ്ലസ്റ്റ് ഹോൾ നമ്പർ റേഷ്യോയിലോട്ട് കൊണ്ടുവരണം. എങ്ങനെയാ കൊണ്ടുവരിക? നാലോചിച്ച് പറഞ്ഞേ. -44, 72. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് എന്ത് ചെയ്യാം, അതിന്റെ പകുതി എടുക്കാം. -44ന്റെ ഹാഫ് എത്രയാ? -44 ഡിവൈഡഡ് ബൈ 2 and 72 divided by 2. -44ന്റെ ഹാഫ് എത്രയാ? It is -22 divided by 72ന്റെ ഹാഫ് എത്രയാ? Yes, it is 36. 72ന്റെ ഹാഫ് 36 ആണ്. ഇനിയും ഇതിന്റെ ഹാഫ് എടുക്കാലോ. 22നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, 36നെയും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. എത്ര വരാ? 22ന്റെ ഹാഫ് 11, -11 divided by 36ന്റെ ഹാഫ് എത്രയാ? 36ന്റെ ഹാഫ്, യെസ്, ഇറ്റ് ഈസ് 18. -11 by 18. അപ്പൊ -44/72 എന്നുള്ളത് എന്ത് ചെയ്തു? സ്റ്റാൻഡേർഡ് സിംപ്ലസ്റ്റ് ഫോമിലോട്ട് കൊണ്ടുവന്നപ്പോൾ എന്ത് കിട്ടി? -11/18 എന്ന് കിട്ടി. കോമൺ ആയിട്ട് ഒരു നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്ത് പോയാൽ മതി. ആദ്യം തന്നെ വലിയ നമ്പർ എടുത്ത് ഡിവൈഡ് ചെയ്ത് കൺഫ്യൂസ്ഡ് ആവണ്ട. പറ്റുന്നത് പോലെ ചെറിയ ചെറിയ നമ്പർ എടുത്ത് ഡിവൈഡ് ചെയ്യാം. ഇനി ഡിവൈഡ് ചെയ്യാൻ പറ്റാത്ത പരുവത്തുന്നവരെ നീ ഡിവൈഡ് ചെയ്ത് പോകണം. ഓക്കെ, -11നെയും 18നെയും കോമൺ ആയിട്ട് ഇനി ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. 18നെ ഡിവൈഡ് ചെയ്യാം, 18ന്റെ ഹാഫ് എടുക്കാം, പക്ഷെ അതേസമയം 11ന്റെ ഹാഫ് എടുക്കാൻ പറ്റില്ല. 18നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, പക്ഷെ 11നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. 18നെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, പക്ഷെ 11നെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് സിംപ്ലസ്റ്റ് ഫോമിലോട്ട് എന്ന് പറയുന്നത്. ഓക്കെ, കോമൺ ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നത് വരെ നമ്മൾ എന്ത് ചെയ്യും? ഇത് ചെയ്തുകൊണ്ടിരിക്കും. Compare the rational numbers -5/7 and 2/3. -5/7 and 2/3. രണ്ട് മെത്തേഡ് പറഞ്ഞു. ഒന്നെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു ഡിനോമിനേറ്റർ സെയിം ആക്കാം. ഡിനോമിനേറ്റർ സെയിം ആക്കിയിട്ട് വലുതാണോ ചെറുതാണോ നോക്കാം. അല്ലെങ്കിൽ ബെറ്റർ ഓപ്ഷൻ എന്താണ്? ക്രോസ് മൾട്ടിപ്ലൈ എന്നുള്ളതാണ്. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 3 × -5, 7 × 2. 3 × -5 it is -15. 7 2s are 14. ഇവിടെ ഒരു പ്രശ്നമുണ്ട്. ഇവിടെ ഇത്രയൊന്നും ചെയ്ത് നോക്കേണ്ട ആവശ്യമില്ലല്ലോ. എന്തെന്നാൽ ഇതൊരെണ്ണം നെഗറ്റീവ് നമ്പറാ, ഇതൊരെണ്ണം പോസിറ്റീവ് നമ്പറാണ്. ഒരെണ്ണം നെഗറ്റീവ് ആണ്, മറ്റൊരെണ്ണം പോസിറ്റീവ് ആണ് എങ്കിൽ ഏതായിരിക്കും വലിയ നമ്പർ? പോസിറ്റീവ് നമ്പറല്ലേ വലിയ നമ്പർ വരിക. എന്തിനാണ് ഇത്രയൊക്കെ വലിച്ചു വരി ചെയ്യുന്നത്? നമുക്കിത് ക്ലിയർ ചെയ്യാം. നമുക്കിത് ഇങ്ങോട്ട് എന്ത് എഴുതാം? -5/7 ഡാഷ് 2/3. ഇതിൽ ഏതായിരിക്കും വലുത്? 2/3 ആണ് വലുത്. അപ്പോ ഓപ്പൺ ആയിരിക്കേണ്ടത് എങ്ങോട്ടേക്കാണ്? ഓപ്പൺ ആയിരിക്കേണ്ടത് വലിയ നമ്പറിലോട്ടാണ്, 2/3ലോട്ടാണ് ഓപ്പൺ ആവേണ്ടത്. ക്ലോസ് ആയിരിക്കേണ്ടത് എങ്ങോട്ടേക്കാണ്? ചെറിയ നമ്പറിലോട്ടാണ്, -5/7ലോട്ടാണ് ക്ലോസ് ആയിരിക്കേണ്ടത്. സോ ഇറ്റ് വിൽ ബി ലൈക്ക് ദിസ്. -5/7 is less than 2/3. കമ്പയർ ചെയ്യുമ്പോൾ -5/7 എന്തായിരിക്കും? 2/3നേക്കാളും ചെറിയ നമ്പർ ആയിരിക്കും. നെക്സ്റ്റ് വൺ, 1/-3 -1/4. ഒബ്വിയസ്ലി 1/-3 നമുക്ക് എന്തെഴുതാം? -1/3 എന്ന് എഴുതാം. ആൻഡ് -1/4. ഇതിലേതായിരിക്കും വലുത്? ഇതിലേതായിരിക്കും ചെറുത്? രണ്ടും നെഗറ്റീവ് നമ്പർ ആണ്. ശ്രദ്ധിച്ചോണം, രണ്ടും നെഗറ്റീവ് നമ്പർ ആണ്. ഒബ്വിയസ്ലി നമുക്കിവിടെ എളുപ്പവഴി എന്നുള്ള രീതിയിൽ -4നെ ലെഫ്റ്റ് സൈഡിലോട്ടും ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. -4 ഡാഷ് -3. ഇനി പറഞ്ഞേ, -4 ആണോ -3 ആണോ വലിയ നമ്പർ? -4 എന്ന് മണ്ടത്തരം പറയല്ലേ. അറിയാം, എനിക്കറിയാം നിങ്ങൾ -4 എന്നേ പറയുള്ളൂ എന്നറിയാം. കാരണം -4 എന്ന് പറയുന്നത് -3നേക്കാളും ചെറിയ നമ്പറാണ്. നേരെ തിരിച്ചു പറഞ്ഞാലോ, 4 is greater than 3 but -4 is less than -3. ഒരു നമ്പർ ലൈൻ മാർക്ക് ചെയ്യുമ്പോൾ 0, -1, -2, -3, -4 ഇങ്ങനെ പോകുന്നില്ലേ? ഇതില് ഇവിടെ ഇങ്ങോട്ട് പോകുന്തോറും എന്താണ്? ഓരോന്നും കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. -1 ഓരോ വാല്യൂ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ -3 ഷുഡ് ബി ഗ്രേറ്റർ ദാൻ -4. അതർവൈസ് -4 ഈസ് ലെസ് ദാൻ -3. -4 -3നേക്കാൾ ചെറിയ നമ്പർ ആയിരിക്കും. സോ വി ക്യാൻ മേക്ക് ഇറ്റ് ആസ്
less than. Minus 4 is less than minus 3. Otherwise, minus 1 by 3 is less than minus 1 by 4. Minus 1 by 3 is less than minus 1 by 4. എളുപ്പമായില്ലേ? ചെയ്യാൻ പറ്റുമല്ലോ അല്ലേ? എളുപ്പം ചെയ്യാൻ പറ്റുമല്ലോ. നമുക്കിതാ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. minus 4 by 5. കനത്തിലിരിക്കട്ടെ. minus 4 by 5. Comparison minus 5 by 7. എന്ത് ചെയ്യണം? ഒബ്വിയസ്ലി ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യണം. ഇതിങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു, ഇതിങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. minus 4 into 7. Comparison minus 5 into 5. 7 4s are 28. Minus 28 and minus 25. ഏതായിരിക്കും വലിയ നമ്പർ? minus 25 ആണോ minus 28 ആണോ? Obviously minus 25 is greater than minus 28. So we can make it as minus 28 is less than minus 25. അപ്പോൾ അതിൽ നിന്ന് ഫ്രാക്ഷൻ എടുക്കുകയാണെങ്കിലോ minus 28 minus 4 by 5 ആണ്. minus 4 by 5 will be less than minus 5 by 7. minus 4 by 5 is less than minus 5 by 7. അപ്പോൾ ഒരു രണ്ട് ഫ്രാക്ഷൻ തന്നിട്ട് അല്ലെങ്കിൽ രണ്ട് റാഷണൽ നമ്പർ തന്നിട്ട് അത് കമ്പയർ ചെയ്യാൻ പറഞ്ഞാൽ എളുപ്പ വഴി, ഭയങ്കര എളുപ്പമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു വഴി എന്താണ്? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. ഡിനോമിനേറ്റർ അങ്ങോട്ടും ഇങ്ങോട്ടും മൾട്ടിപ്ലൈ ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാമല്ലോ ഏതാണ് വലുത് ഏതാണ് ചെറുതെന്നുള്ളത്. ഓക്കെ, വിച്ച് വൺ വിൽ ബി ദ ഗ്രേറ്റർ ആൻഡ് ദ ലെസർ വൺ. അതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം? ഈ ഫ്രാക്ഷനും അല്ലെങ്കിൽ ഈ ഒരു റാഷണൽ നമ്പറും വലുതാണോ ചെറുതാണോ എന്ന് നമുക്ക് കൺഫേം ചെയ്യാൻ പറ്റും. ഗോട്ട് ഇറ്റ്? ക്ലിയർ ആണോ? നെക്സ്റ്റ് വൺ, compare the rational numbers 5 by 2 and 2 by 3. 5 by 2 and 2 by 3. എന്താ ചെയ്യണ്ടേ? ഒബ്വിയസ്ലി ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യണം. 5 by 2 comparison 2 by 3. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ 5 into 3 comparison 2 into 2. 5 3s are 15 will be greater than 4, which means 5 by 2 is greater than 2 by 3. 5 by 2 is greater than 2 by 3. Next. ഇവിടെ ഒരു പ്രശ്നമുണ്ട്. ഇതൊരു മിക്സ്ഡ് ഫ്രാക്ഷൻ ആണ്. മിക്സ്ഡ് ഫ്രാക്ഷനെ എങ്ങനെ ഇംപ്രോപ്പർ ഫ്രാക്ഷനിലോട്ട് ആക്കും? -3 2 by 7. ഈ മിക്സ്ഡ് ഫ്രാക്ഷനെ എങ്ങനെ ഇംപ്രോപ്പർ ഫ്രാക്ഷനിലോട്ട് ആക്കും? എന്താ ചെയ്യണ്ടേ? ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യണം. ഞാൻ നേരത്തെ പറഞ്ഞു ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യണം, ഇത് തമ്മിൽ ആഡ് ചെയ്യണം. -7 into 3 -3 into 7 plus 2 divided by 7. 7 3s are 21. -21 plus 2 divided by 7. എത്ര വരിക? -23 by 7. -23 by 7. അപ്പുറത്ത് നോക്കുവാണെങ്കിലോ -3 4 by 5. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താലോ -3 into 5 plus 4 by 5. ഇവിടെ വിഷയമുണ്ടേ. -21 plus 2 അല്ലേ വന്നിരുന്നത്? -21 plus 2 എന്ന് പറയുമ്പോൾ രണ്ട് ഡിഫറൻറ്റ് സൈൻ അല്ലേ? രണ്ട് ഡിഫറൻറ്റ് സൈൻ വന്നാൽ എന്ത് ചെയ്യണം? വലുതിൽ നിന്ന് ചെറുത് കുറയ്ക്കണം. 21ൽ നിന്ന് 2 കുറച്ച് എത്ര വരിക? 19. സോ 19 by 7 -19 by 7 ആണ് ആൻസർ വരിക കേട്ടോ. ഇവിടുത്തെ കേസ് ആണെങ്കിലോ -15 plus 4 divided by 5. -15 plus 4 divided by 5. -15 plus 4 എത്ര വരിക? -11. -11 by 5. -19 by 7ഉം -11 by 5. ഇതൊന്ന് കമ്പയർ ചെയ്താലോ. -19 by 7 കമ്പാരിസൺ കൊടുക്കുക -11 by 5. ഇത് കമ്പയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നേരത്തെ ചെയ്തതുപോലെ നമുക്ക് എന്ത് ചെയ്യാം? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. -19 into 5 dash -11 into 7. 19 into 5 എത്രയാണ്? 19 into 5 നോക്കിക്കേ.
it is 95. Minus 95 and minus 77. ഇതിൽ ഏതാ വലുത്? മൈനസ് 77 ആണോ മൈനസ് 95 ആണോ? യെസ്, മൈനസ് 95 will be less than minus 77. അല്ലേ? Minus 95 will be less than minus 77. So we can make it sure that minus 3 2/7 is less than minus 3 4/5. Minus 3 4/5 will be greater than minus 3 2/7. Okay? Clear ആണല്ലോ? Okay. Next one. Minus 3/4 and 2 by minus 3. Minus 3/4, 2 by minus 3. 2 by minus 3 നമുക്ക് എങ്ങനെ എഴുതാം? മൈനസ് 2/3 എന്ന് എഴുതാം. 2 by minus 3 എന്നുള്ളത് മൈനസ് 2/3 എന്ന് എഴുതാം. നേരത്തെ ചെയ്തതുപോലെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ മൈനസ് 3 into 3 it is minus 9 and 4 into minus 2 it is minus 8. ഇതിൽ ഏതാ വലുത്? മൈനസ് 9 ആണോ മൈനസ് 8 ആണോ വലുത്? യെസ്, ഇറ്റ് ഈസ് മൈനസ് 8 ആണ് വലുത്. കാരണം വലിയ നമ്പർ മൈനസ് 8 ആണ്. സോ നെഗറ്റീവ് നമ്പേഴ്സിൽ മൈനസ് 8 ആണ് വിൽ ബി ഗ്രേറ്റർ ദാൻ മൈനസ് 9. സോ വി കൻ മേക്ക് ഇറ്റ് ഷുവർ ദാറ്റ് ഇറ്റ് ഈസ് മൈനസ് 9 ഈസ് ലെസ് ദാൻ മൈനസ് 8. അപ്പോൾ മൈനസ് 9 വന്നത് ഏതായിരുന്നു? മൈനസ് 3/4 എന്ന് പറയുന്ന റാഷണൽ നമ്പർ ആണ്. മൈനസ് 3/4 ഈസ് ലെസ് ദാൻ മൈനസ് 2/3. നമുക്കിങ്ങനെ സോൾവ് ഔട്ട് ചെയ്യാൻ പറ്റുമല്ലോ. അങ്ങനെ നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാം? നമുക്കൊരു പാറ്റേണിൽ നമുക്ക് ഫോളോ അപ്പ് ചെയ്തിട്ട് ഈ ഒരു ഇംപ്രോപ്പർ മിക്സ്ഡ് ഫ്രാക്ഷൻ ആണെങ്കിൽ ഇംപ്രോപ്പർ ഫ്രാക്ഷനിലോട്ട് ആക്കിയിട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ അതിനനുസരിച്ച് ലെസ് ദാൻ ആണോ ഗ്രേറ്റർ ദാൻ ആണോ എന്നൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഒബ്സർവ് ചെയ്യാൻ പറ്റും. ഓക്കെ അല്ലേ? ക്ലിയർ ആണല്ലോ? ബെറ്റർ. അപ്പോൾ ഈ ഒരു സെഷനിൽ നമ്മൾ പഠിച്ചത് എന്താണ്? റാഷണൽ നമ്പേഴ്സ് കമ്പയർ ചെയ്യാൻ പഠിച്ചു. അതുപോലെ തന്നെ ഇക്വലന്റ് ഫ്രാക്ഷൻസ് എടുക്കുന്ന രീതിയൊക്കെ പഠിച്ചു. അടുത്ത സെഷനിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണെന്ന് അറിയാമോ? ഈ റാഷണൽ നമ്പേഴ്സ് തമ്മിൽ ആഡ് ചെയ്യുന്നു, സബ്ട്രാക്ഷൻ നടത്തുന്നു, മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് ഡിവിഷൻ. ചെറിയ കാര്യമേ ഉള്ളൂ, നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ടാക്കിൾ ചെയ്യാൻ പറ്റും. ഇത്രയും കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ടൊക്കെ വരണേ. അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ടിൽ ദെൻ ബൈ ബൈ.